ഗുഡ് ഈവനിങ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51 വിജയകരമായ 10ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാളിനേക്കാൾ മൂർച്ച വാക്കുകൾക്കുണ്ടെന്നാണ് നാം വിശ്വസിക്കുന്നത്. വാക്കുകൾ ഇഴചേർത്തു വെച്ച പുസ്തക വായനാ ശീലമാണ് മനുഷ്യന്റെ ഭൗതിക നിലവാരം വർദ്ധിപ്പിക്കുക. ഒരു നല്ല പുസ്തകം മികച്ച സുഹൃത്താണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കാലം എത്ര മാറിയാലും വായനയുടെ പ്രസക്തി അവസാനിക്കുന്നില്ല. അറിവിന്റെയും ഭാവനയുടെയും മാസ്മരിക ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മാന്ത്രിക ദണ്ഡാണ് വായന. വായനയുടെ മഹത്വം വിളിച്ചോതുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 51 ഇന്നത്തെ വേദിയിൽ നമ്മളോടൊപ്പം പ്രാദേശിക ഭാഷ സത്വവും സ്വാധീനവും സാഹിത്യത്തിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് ഏറെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ബി ഷിനുലാൽ അവറുകളാണ്. വളരെ സന്തോഷം ഞങ്ങളുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നതിൽ. ഞങ്ങളുടെ എല്ലാ സ്നേഹവും നന്ദിയും ആദരവും പ്രകടിപ്പിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുതൽ കേരളത്തിലെ സാഹിത്യരംഗത്ത് നൽകുന്ന പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം ലഭിച്ചുകൊണ്ട് എഴുത്തിന്റെ വഴിയിൽ മുന്നേറുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഷിനുലാൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയൊക്കെ ഫോളോ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് കൂടുതലും സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുമായുള്ള ഇന്ററാക്ഷൻസ് നന്നായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് മാറേണ്ടതെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെ ഉള്ള കാഴ്ചപ്പാടുള്ള ആളാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് BEd വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. അവിടെ അധ്യാപകരുണ്ട്. പല ഓപ്ഷണൽ സബ്ജക്റ്റിലുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. സാഹിത്യ വിഭാഗം മാത്രമല്ല, മറ്റു സബ്ജക്റ്റുകാരും കൂടി ഉള്ളത് കൊണ്ട് ഇപ്പൊ താങ്കൾ വിചാരിക്കുന്ന അത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും എല്ലാവരും തന്നെ അവരുടെ ഭാവിയിലുള്ള അധ്യാപനത്തിലും ജീവിതത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് സംവാദങ്ങളൊക്കെ അവരുടെ ജീവിതത്തെ കൂടുതൽ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇതിന് ഒതുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് KFLന്റെ 51 എന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നതിലുള്ള സ്നേഹവും സ്വാഗതവും അരുളിയ സർ. സ്വാഗതം. കുന്നം ഫാമിലിയിലേക്ക് സ്വാഗതം. കുട്ടികൾ പറയൂ. കുട്ടികൾ പറയേ സർ, കുട്ടികൾ പറയേ. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ടീച്ചർ, നമ്മുടെ പ്രിൻസിപ്പളായ ഡോക്ടർ രശ്മി ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51 19ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ ശ്രദ്ധേയനും ഏറെ പ്രിയങ്കരനുമായ ശ്രീ വി ഷിനുലാലാണ്. ഓർമ്മകൾക്ക് പാളം തെറ്റി ഓടുന്ന വർത്തമാനകാലത്ത് വായനക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന കഥകളുടെ ലോക്കോ പൈലറ്റാണ് ഇദ്ദേഹം. തീവണ്ടികളുടെ പശ്ചാത്തലത്തിൽ മലയാളത്തിലിറങ്ങിയ ആദ്യ നോവലായ സമ്പർക്കകാന്തിയുടെ രചയിതാവാണ്. ഒരേ സമയം ഒരു ബുദ്ധനും ഒരു ഗുണ്ടാത്തലവനും ഇദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട്. കാക്കാലസദ്യയിലെ രായമ്മ ആണെങ്കിലും സമ്പർക്കകാന്തിയിലെ കരംചന്ദ് ആണെങ്കിലും ഇത്തരം വിപരീത ഭാവങ്ങളുടെ പകർന്നാട്ടത്തിലൂടെ മനസ്സിൽ നിന്നിറങ്ങിപ്പോകാൻ കൂട്ടാക്കാത്ത തരം മനുഷ്യരാണ്. മലയാള നോവൽ ചരിത്രത്തിലെ തന്നെ വേറിട്ട രചനകളാണ് 124, ഉടൽ ഭൗതികം, സമ്പർക്കകാന്തി എന്നീ നോവലുകൾ. സാദൃശ്യങ്ങളും സമാന്തരങ്ങളുമില്ലാത്ത കഥാവഴികളിലൂടെയുള്ള സഞ്ചാരമാണ് ബുദ്ധപദം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ കഥയാണ് ഗരിസാപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ആദ്യ കൃതി ഉടൽ ഭൗതികത്തിന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രഥമ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചു. നൂർനാട് ഹനീഫ പുരസ്കാരം സമ്പർക്കകാന്തിക്ക് എന്ന നോവലിന് ലഭിച്ചു. പത്മരാജന്
പത്മരാജൻ നോവൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചു. ചരിത്രവും വർത്തമാനവും ഭാവിയുമെല്ലാം ഇരപിരിഞ്ഞു ചേർന്ന ഇന്ത്യ എന്ന വൈവിധ്യങ്ങളുടെ നാടിൻ്റെ ആത്മാവ് വാക്കുകളിൽ ആവഹിച്ച കഥാകൃത്ത് ശ്രീ വി ഷിനിലാലിന് KFL സാഹിത്യോത്സവം 51ൻ്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം സാർ. സാർ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുന്നം ഫെസ്റ്റിവലിന്റെ 19ാം ദിവസത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമേ ഞാൻ പറയുന്നു. ഒപ്പം ഇത് പ്രാദേശിക ഭാഷ, അത് സാഹിത്യത്തിൽ എന്നുള്ള വിഷയം അത് വിടാമെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം ഇത് വളരെ ഗഹനമായി അല്ലെങ്കിൽ കുറെ ആഴത്തിൽ വിശാലമായി പഠിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണത്. ഒരുപാട് മലയാളം മാത്രമല്ലാതെ ഒരുപാട് വിഷയങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ പ്രാമുഖ്യമുള്ള വിദ്യാർത്ഥികളിരിക്കുന്ന ഏതെങ്കിലും അത്തരം ഒരു അക്കാഡമിക് വിഷയം എടുത്ത് സംസാരിക്കുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ഇന്ന് രാവിലെ ഞാൻ നെടുമങ്ങാട് BEd കോളേജിൽ നിങ്ങളെപ്പോലെയുള്ള 160 വിദ്യാർത്ഥികളോട്, അധ്യാപക വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ടാണ് വൈകുന്നേരം നിങ്ങളോട് സംസാരിക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥി എന്നാണ് നിങ്ങളെപ്പോൾ വിളിക്കുന്നത്. താമസിയാതെ ഈ പേരിൽ നിന്ന് വിദ്യാർത്ഥി എന്ന പദം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും നിങ്ങൾ അധ്യാപകർ എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്യും. അതിന് നിങ്ങളെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ആ അധ്യാപക വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ അധ്യാപകരാകേണ്ടവരായതുകൊണ്ടും നിങ്ങളൊരു തലമുറയെ രൂപപ്പെടുത്തുന്നവരായതുകൊണ്ടും നമ്മളൊക്കെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ അധ്യാപകരുടെ സൃഷ്ടികളായതുകൊണ്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് 2 അധ്യാപകരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ ഈ 10-20 വർഷത്തോളം, കുറഞ്ഞത് 20-25-22 വർഷം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവരാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ 100-150ഓളം അധ്യാപകർ നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ ക്ലാസ് മുറിയിൽ വന്ന് മറഞ്ഞു പോകാറുണ്ട്. ഇനി എത്ര പ്രഗത്ഭരൊക്കെ ആണെങ്കിലും, നമ്മളെ ഇത്രയും 150-200 പേരെയൊക്കെ കണ്ടവരാണെങ്കിലും നമ്മൾ അവസാനം കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് വിരലിൽ എണ്ണാവുന്ന 5-10 അധ്യാപകരായിരിക്കും. അത്തരം മനുഷ്യരാണ്, അല്ലെങ്കിൽ ഈ 150-200 വെറും 10% പേരാണ് നമ്മളെ സ്വാധീനിച്ച് കടന്നു പോയിട്ടുള്ളവർ എന്നാണ് ആ കണക്കിന്റെ അർത്ഥം. ഞാൻ എന്നെ സ്വാധീനിച്ച, 2 തരത്തിൽ സ്വാധീനിച്ച, ഒരുപക്ഷെ അധ്യാപകർ എന്ന നിലയ്ക്ക് 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 മനുഷ്യർ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാമാന്യത്തിൽ അധികം വികൃതിയായ ഒരു കുട്ടിയായിരുന്നു. അപ്പോ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കി സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പൊതുവിൽ ആ കാലത്ത് നല്ല അടി കിട്ടുമായിരുന്നു. ഇന്ന് അതൊക്കെ നിരോധിക്കപ്പെട്ട സംഗതിയാണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരം എൻ്റെ പേരെഴുതി കൊടുക്കുന്ന ക്ലാസ് ലീഡർ അനിത എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. അപ്പൊ ഇവളെ എനിക്ക് പ്രതികരിക്കാൻ മറ്റ് വഴികളൊന്നുമില്ല. ഇവളെ ആക്രമിക്കാൻ പറ്റില്ല, വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനൊരു കഥ എഴുതി. ക്ലാസ്സിൽ സാറില്ലാത്തിരുന്ന സമയത്ത് ഒരു കഥ എഴുതി, ഒരു കടലാസ് ബുക്കിൽ നിന്ന് വലിച്ചൊരു കഥ എഴുതി കുട്ടിയെ കുറിച്ച് എഴുതിയിട്ട് അത് എൻ്റെ അടുത്തിരുന്നവർ കൊടുത്തു. അവൻ അതിൻ്റെ അടുത്തിരിക്കുന്നവർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അത് പെൺകുട്ടികളുടെ സീറ്റിലെത്തി. അങ്ങനെ കറങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിതയുടെ കയ്യിൽ തന്നെ. അനിത ഇത് വായിച്ച ഉടനെ കരച്ചിൽ തുടങ്ങി. അനിതയെ അപമാനിച്ചുകൊണ്ടാണ് ഞാൻ അതെന്തൊക്കെ എഴുതി വെച്ച് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് ഈ അനിതയുടെ കരച്ചിൽ കണ്ടുകൊണ്ടാണ് സത്യൻ എന്ന് പറയുന്ന സാറ് ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. വളരെ പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. അന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്ന് 20-25 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങള് 8ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ച് 25 വയസ്സായ ആളെന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരാളാണ്. അപ്പൊ ഇദ്ദേഹം കടന്നു വരുന്നു. കണ്ട പാടെ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ പിന്നലാൽ എന്തോ മോശമായിട്ട് എഴുതി എന്ന് കേൾക്കേണ്ട അവസ്ഥ. എനിക്ക് അന്ന് നിക്കറാണ് വേഷം, ഇന്നത്തെ പോലെ ഹാൻഡ് യൂണിഫോം ഇല്ല. പിടിച്ചു നിർത്തി പട 5-6 അടി വന്നു. അത് കഴിഞ്ഞിട്ട് അതും പേരാത്തുന്നു. ഇദ്ദേഹം എന്നെ അടുത്ത് HMന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. മംഗളാവായി ടീച്ചർ എന്നാണ് HMന്റെ പേര്. അപ്പൊ മംഗളാവായി ടീച്ചർ എൻ്റെ അച്ഛനെയും എൻ്റെ കൊച്ചിച്ചനെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രൗഢയായ ഒരു സ്ത്രീയാണ്. അവര് ചൂരൽ വടി കൊണ്ടു നടക്കും, പക്ഷെ ആരെ അടിച്ചതായി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവർ നോട്ടം കൊണ്ടോ ശാസന കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടൊക്കെ ഒരു വലിയ
വലിയ അസംബ്ലിയൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ കെൽപ്പുള്ള ഞാൻ ഇന്നും ആരാധനയോട് കാണുന്ന ഒരു ആളാണ് ബംഗ്ലാ ടീച്ചർ. പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്. അങ്ങനെ സത്യൻ സാറ് എന്നെയും പിടിച്ച് നോക്കി ചെവിയിലൊരു കൈ പിടിച്ചിട്ട് നേരെ എച്ച്.എമ്മിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അകത്ത് കയറ്റിയിട്ട് എച്ച്.എം പറഞ്ഞു ഇവിടെ കഥ എവിടെ ചോദിച്ചു. അപ്പൊ ഈ പേപ്പർ എച്ച്.എമ്മിന്റെ കയ്യിൽ കൊടുത്തു, ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. ടീച്ചർ അത് വായിച്ചു. എന്നിട്ട് പറഞ്ഞു സത്യൻ പുറത്ത് നിൽക്കുന്നു പറഞ്ഞു. ഇങ്ങനെ സത്യൻ സാറ് റൂമിന്റെ പുറത്ത് പോയി. അപ്പൊ എന്നോട് പറഞ്ഞ കഥ കൊള്ളാം. ആദ്യമായിട്ട് പറഞ്ഞ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ എടാ നിന്റെ കഥ കൊള്ളാലോ പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കഥയൊക്കെ എഴുതിക്കോ, നല്ല കഥ എഴുതണമെന്ന്. പക്ഷെ ഇതുപോലെ കുട്ടികളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന കഥകളൊന്നും എഴുതരുത് എന്ന് പറഞ്ഞിട്ട് ശരി വയ്ക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സത്യൻ സാറിന്റെ അകത്തേക്ക് വിളിച്ചു. ഞാനീ പുറത്ത് നിൽക്കുകയാണ്. ഇത് സത്യൻ സാറിന്റെ ഒപ്പമാണോ ഞാൻ ഇറങ്ങി പോകേണ്ടത്? ഇതിപ്പോ അങ്ങനെ പോയില്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും അടിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോഴ് തിരിച്ചകത്തേക്കപ്പോഴത്തേക്കാണ് ഈ സത്യൻ സാറിനെ മംഗളമായ ടീച്ചർ അവിടെ വെച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിച്ച് ഫയർ ചെയ്യുകയാണ്. അതായത് സത്യൻ സാർ അവിടെ നിന്ന് വിറച്ച് ആ രീതിക്ക് ഇങ്ങനെയാണോ നീ കുട്ടികളോട് ഡീൽ ചെയ്യുന്നത്, നിനക്കറിയാമോ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കഥ എഴുതിയതിന് അഭിനന്ദനവും അടിയും, എന്റെ ആദ്യത്തെ കഥയാണ്, അഭിനന്ദനവും അടിയും ഒരേ സമയം കിട്ടിയ ദിവസമാണ്. ഈ അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കുന്നതിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നാണ് ആ മനുഷ്യൻ ഒരു കുട്ടിയെ, 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ മനസ്സിലാക്കിയതെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ഈ കഥയല്ലേ സംഭവമാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അധ്യാപക വിദ്യാർത്ഥികൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ കഥ പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്, നിങ്ങൾക്ക് ഇതിൽ ഒരാളാകാൻ പറ്റും. നിങ്ങൾക്കൊരു കുട്ടിയെ, എനിക്ക് അന്ന് കിട്ടിയ എന്റെ വേദന പെട്ടെന്ന് മാഞ്ഞുപോയി. ടീച്ചർ അത് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ വേദന എല്ലാം മായുകയും എനിക്ക് ഭയങ്കരമായ അഭിമാന ബോധം തോന്നിച്ചു. എന്നിട്ടും ഞാൻ വേദനയും ഓർമ്മിക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയ ആ തലോടലും ഇന്നും ഓർമ്മിക്കുന്നുണ്ട്, എന്നും ഓർമ്മിക്കും. നിങ്ങൾക്ക് ഇതിൽ ഒരാളാകാൻ പറ്റും, തീർച്ചയായിട്ടും ഇതിനിടയ്ക്കുള്ള ഒരാളാകാൻ പറ്റും. ഒരുപക്ഷെ ആ സത്യൻ സാർ പിന്നീട് ഏതെങ്കിലും സ്കൂളിൽ പോയി മികച്ച അധ്യാപകനൊക്കെ ആയിട്ടുണ്ടാവും. അതിനുള്ള വലിയ സർവീസ് കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എല്ലായിടത്തും പറയുന്നതിന്റെ കാരണം, അധ്യാപകർ ജീവിക്കുന്നത് അധ്യാപകരുടെ സമൂഹത്തിനകത്തല്ല, അവർ തലമുറകളിലൂടെ ജീവിച്ചു പോകുന്നതിനനുസരിച്ച് കുട്ടികളിലൂടെ ജീവിക്കുകയാണ്. തികച്ചും അപരിചിതരായ സത്യൻ എന്നും മംഗളമായി എന്നും പേരുള്ള ഈ രണ്ട് അധ്യാപകരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ഇന്ന് അവരുടെ പേര് കേട്ടെങ്കിൽ അത് അവർ അന്ന് ചെയ്ത രണ്ട് മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ ഭാഷയായിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ, കാരണം ഒരു അധ്യാപകന്റെ പ്രധാനപ്പെട്ട ടൂൾ, ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി പഠിപ്പിക്കുകയാവാം, അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുകയാവാം, സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുകയാവാം, പക്ഷെ അധ്യാപകന്റെ പ്രധാന ടൂൾ എന്ന് പറയുന്നത് ഭാഷ തന്നെയാണ്. ഭാഷ കൊണ്ട് മാത്രമേ നമുക്ക് നിലവിൽ ഏറ്റവും നല്ല കൺവേ ചെയ്യാനുള്ള മാർഗം ഭാഷയല്ലാതെ മറ്റൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ടൂൾസ് ഒരുപാട് പലതരത്തിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കാമെങ്കിലും നമ്മൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രധാന ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്. ഈ ഭാഷയാകട്ടെ പല അടരുകളിലാണ് നിലനിൽക്കുന്നത്. ഈ ഭാഷ, നമ്മുടെ ചെറിയൊരു സംസ്ഥാനം, 4 കോടിക്കകത്ത് ജനങ്ങളുള്ള ഒരു ചെറിയ സംസ്ഥാനം, അവിടെ എത്രയോ ഡയലക്ട്സ് ആണ് സംസാരിക്കുന്നത്. ഇത് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഭാഷ പല തരത്തിൽ, പല തലങ്ങളിൽ, അല്ലെങ്കിൽ പല അടരുകളിൽ, പല രൂപങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഭാഷ കൈകാര്യം ചെയ്യുന്നുള്ള നിലയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് എൻ്റെ സ്വദേശം. എൻ്റെ പ്രദേശത്തു നിന്നുള്ള ഭാഷ പൊതുവിൽ അങ്ങനെ മലയാള സാഹിത്യത്തിൽ വ്യാപകമായി കടന്നു വന്നിട്ടില്ല. എനിക്ക് മുന്നേ ഇവിടെ നിന്ന് നോവലിസ്റ്റായ ടി.എ. ഉത്തമൻ ആണ് ഈ നെടുമങ്ങാട്ടത്തെ ഒരു പ്രത്യേക ജാതി വിഭാഗത്തിന്റെ ഒരു ഭാഷയെ മലയാള സാഹിത്യത്തിൽ ചാവലി എന്ന കൃതിയിലൂടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്, പ്രഖ്യാതമാക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് വടക്ക് നോക്കിയാൽ ഇപ്പൊ കല്യാണിയും എന്നും ദാശാണി എന്നും പേരാ 2 സ്ത്രീകളുടെ കഥ രാജശ്രീയുടെ പുസ്തകമാണ്, നോവലാണ്. ആ കൃതി ആ പ്രദേശത്ത് കണ്ണൂർ ഭാഷയിൽ, ലോക്കൽ ഭാഷയിൽ, കൊളോക്കിയൽ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്.
അടുത്തിടെ മാതൃഭൂമി ആഴ്ചപ്പതിൽ 3 ലക്കങ്ങളിൽ 3 4 ലക്കങ്ങളിൽ പ്രസിദ്ധീകരിച്ച NS മാധവന്റെ ഭീമച്ചൻ എന്ന് പറയുന്ന കഥയുണ്ട്. വളരെ ദീർഘമായൊരു കഥ. ആ കഥയിൽ കൊച്ചിയിലെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ ഇക്കാലത്തെ അല്ല, ഒരു 30 40കളിലെ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു പ്രദേശത്ത് നിന്ന് ഒരു 5 10 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഭാഷ കൃത്യമായ ഒരു അർത്ഥ വ്യതിയാനവും അതിന്റെ ഉച്ചാരണ വ്യതിയാനവും ഒക്കെ ഭാഷയ്ക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് താമസിക്കുന്ന മനുഷ്യർ തന്നെ വ്യത്യസ്തമായ പലപ്പോഴും നമുക്ക് പരിചയമില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും അവസാനം എഴുതിയ ഇരു എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലെ പല വിഭാഗം മനുഷ്യരുടെ ഭാഷയിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടായി. അത് പലതും ഞാനങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ നാട്ടിലെ വേടർ, കാണിക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് അവരുടെ തനതായ ഭാഷയും സംസ്കാരവും ജീവിത രീതിയും ഒക്കെ ഉണ്ടെന്നുള്ളത്. ഇവരൊക്കെ നമുക്കൊപ്പം ഇവിടെ തന്നെ ജീവിച്ച് പോകുന്നുണ്ട്. നമ്മൾ പുറമേ നോക്കുമ്പോൾ അവിടെ നമുക്ക് ദൃശ്യമാവാത്തതാണ് ഇത്തരം കാര്യങ്ങൾ. എന്നാൽ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ കൃത്യമായി എത്രയോ നൂറ്റാണ്ടുകളായി അവർ സംരക്ഷിച്ച് അല്ലെങ്കിൽ അവരിങ്ങനെ പകർന്നു കൊണ്ട് കിടക്കുന്ന ഒരുപാട് വാക്കുകളും ഭാഷയും പ്രയോഗങ്ങളും എനിക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റും. ഞാൻ ചില വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ ഭാഷയുടെ മലയാളത്തിന്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഇതുപോലെ കൊളോക്കിയൽ ലാംഗ്വേജിന്റെ ഒരു സൗന്ദര്യമുള്ള കുറെ വാക്കുകൾ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടുകയുണ്ടായി. ചില വാക്കുകൾ ഞാൻ നമ്മുടെ അഗസ്ത്യകൂട മലയുടെ ഈ സഖ്യപർവ്വതത്തിന്റെ ഒരു കൊടുമുടിയാണ് അഗസ്ത്യകൂടം. തിരുവനന്തപുരം ജില്ലയിൽ കിഴക്കൻ മലയിലാണ്. അതിന്റെ താഴ്വരയത്തിലാണ് ഈ കാണിക്കാർ എന്ന് പറയുന്ന ആദിവാസികൾ ജീവിക്കുന്നത്. അവരുടെ കുറെ ആൾക്കാരുടെ സംസാരിച്ചതിൽ നിന്ന് ഒരുപക്ഷെ ഇതുവരെ മലയാളത്തിലെ ഒരു കൃതിയിലും അച്ചടിക്കാത്ത കുറെ വാക്കുകൾ എനിക്ക് കിട്ടും. അതിൽ ചിലത് മാത്രം ഞാൻ ഇങ്ങനെ പറയാം. നമ്മുടെ ശുക്ര നക്ഷത്രം ഉണ്ടല്ലോ, വൈകുന്നേരം ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രം ഉണ്ടല്ലോ, ഗ്രഹം. അതൊരു ഗ്രഹമാണ് നമ്മൾ നക്ഷത്രം എന്നാണ് പറയുന്നത്. അതിനെ ഈ കാണിക്കാർ പറയുന്നത് അന്തിക്കൊമ്പൻ, വെളുപ്പാങ്കൊമ്പൻ എന്നാണ്. അത് ഇത്രയുള്ള അതിന്റെ അർത്ഥം. അത് അന്തിക്ക് ഉദിക്കും, കുറച്ച് കഴിയുമ്പോൾ അസ്തമിച്ചു പോകും. പിന്നെ രാവിലെ ഒരു 5 മണി 6 മണിക്ക് മുന്നേ ഉദിച്ച് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് അസ്തമിച്ചു പോകും. ഇതിന് അവരിട്ടിരിക്കുന്ന വളരെ വളരെ മൗലികമായ നമ്മുടെ ഭാഷയുടെ സൗന്ദര്യമെന്നും ശുക്രനക്ഷത്രം എന്നൊക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് പൊതുവിൽ മാനക ഭാഷയിൽ പറയുന്നത്. പക്ഷെ ഈ മനുഷ്യർ അതിനെ പറയുന്നത് അന്തിക്കൊമ്പൻ, വെളുപ്പാങ്കൊമ്പൻ എന്നാണ്. ശുക്രനക്ഷത്രം നമുക്ക് എവിടെന്തയോ ഏതോ ഭാഷയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ അതിനെ കടമെടുത്ത് സംസ്കൃതവൽക്കരിച്ചുണ്ടാക്കിയ വാക്കാണ്. എന്നാൽ ഈ മനുഷ്യർ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ നിത്യവ്യവഹാരവുമായി ബന്ധപ്പെട്ട, അവരുടെ കാഴ്ചയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വാക്കുകളാണിത്. അന്തിക്ക് വരുന്നത് അന്തിക്കൊമ്പൻ, രാവിലെ വരുന്നത് വെളുപ്പാങ്കൊമ്പൻ. ഇത് രണ്ടും ഒന്നാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യണമായിരുന്നു. അതുപോലെ നക്ഷത്രങ്ങളിൽ ഈ വസിഷ്ഠൻ, അരുന്ധതി എന്ന് പറയുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ. ആ വസിഷ്ഠൻ, അരുന്ധതി പറഞ്ഞ പോലെ നമുക്ക് സംസ്കൃതത്തിൽ ഉണ്ടായെടുത്ത വാക്കാണ്. അതിനെ ഈ കാണിക്കാർ പറയുന്നത്, മലയാളം പറയുന്നത് തക്ക, തക്കോല എന്നാണ്. ഇതാണ് അതിന്റെ ഒരു സൗന്ദര്യം. നമ്മുടെ ഭാഷയ്ക്ക് തനതായ സൗന്ദര്യം, ദ്രാവിഡ സൗന്ദര്യം. അത് പക്ഷെ നമ്മുടെ ഭാഷ ഇന്ന് കാണുന്ന മാനക ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മലയാളം ഈ സംഘകാല ഭാഷയിൽ നിന്ന് വേർപെടുന്നതിന് മുന്നേ ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതുപോലെ നക്ഷത്ര കൂട്ടത്തിനെ പറയുന്നത് കുച്ചരിക്കൂട്ടം എന്നാണ്. കുച്ചരിക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സൗന്ദര്യം നിങ്ങൾ ആലോചിച്ചു. കുച്ചരി പല്ലം എന്നൊക്കെ ഞങ്ങൾ മലയാളത്തിൽ ഈ നാട്ടുകാർ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. ഈ കൊച്ചുങ്ങളെ, ചെറിയ കുട്ടികളുടെ ചെറിയ പല്ല് വരുന്ന പാൽപ്പല്ലിന്റെ സമയമുണ്ടല്ലോ, അങ്ങനെ പറയുന്നു. അതുപോലെ അകത്തിരിക്കുന്ന ഈ കോമ്പല്ലിലേക്ക് പറയുന്ന കുച്ചരി പല്ലം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഒരു കൂട്ടം പോലെയാണ് കുച്ചരിക്കൂട്ടം എന്നാണ് ആ നക്ഷത്ര സമൂഹത്തിന്, ആ ചെറിയ കോൺസ്റ്റലേഷനെ അവർ പറയുന്ന പേര്. ഇനി ഇത് ചില പ്രയോഗങ്ങൾ എന്നെ ഭയങ്കരമായി അട്രാക്ട് ചെയ്ത ചില പ്രയോഗങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ തെക്കൻ പാട്ടുകളിൽ. ഞാൻ സാഹിത്യം എന്ന് പറയുന്ന സമകാലിക നോവൽ സാഹിത്യത്തിലോട്ടൊന്നും കിടക്കുന്നില്ല. തെക്കൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ നമുക്കറിയാം. നമ്മുടെ ഈ പ്രചോദനന്റെ ഒക്കെ കഥയുള്ള ആ പാട്ട്. അതുപോലെ തെക്കൻ കേരളത്തിൽ തെക്കൻ പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ടാണ് വലിയ തമ്പി കുഞ്ചു തമ്പി കഥ എന്ന് പറയുന്ന പാട്ട്.
അതിനകത്ത് വലിയ തമ്പിമാർ എന്ന് പറയുന്നത് പത്തു തമ്പിയും ഈ രണ്ട് തമ്പിമാർ നമ്മുടെ മാർത്താണ്ഡവർമ്മ യുവരാജാവിന്റെ മച്ചുനന്മാരാണ്, അളിയന്മാരാണ്. അതായത് രാജാവിന്റെ പുത്രനാണ്, രാജാവിന്റെ സഹോദരിയുടെ മകനാണ് മാർത്താണ്ഡവർമ്മ. അപ്പൊ അവരുടെ ഗാഥയാണ്, അവരുടെ കഥയാണ് വലിയ തമ്പി കുഞ്ചു തമ്പി കഥ എന്ന് പറയുന്ന തെക്കൻ പാട്ടിനുള്ളത്. അതിങ്ങനെ നമ്മൾ വായിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു 16, 17 നൂറ്റാണ്ടിലെ മലയാള ഭാഷയുടെ ചില മുഴുക്കുകൾ, ചില അതിസൗന്ദര്യമായ ചില വാക്കുകൾ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. എനിക്ക് എന്നെ ഭയങ്കരമായി അട്രാക്ട് ചെയ്ത വജ്രം പോലുള്ള ചില വാക്കുകൾ അതിനകത്ത് പറ്റി. അതിലൊന്നാണ് ചെനപ്പുലി പോലെ വലിയ തമ്പി, മദപ്പുലി പോലെ കുഞ്ചു തമ്പി എന്ന് പറയുന്നത്. ഈ രണ്ട് മനുഷ്യരെ വർണ്ണിക്കാൻ ചെനപ്പുലി എന്നും മദപ്പുലിയും, ചെന എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെന എന്ന് പറഞ്ഞാൽ ഗർഭം ഉള്ള, ചെന ഉള്ള പുലി എന്ന് പറഞ്ഞാൽ, പെൺപുലി എന്ന് പറഞ്ഞാൽ ഭയങ്കര വീര്യമുള്ള ഒന്നായിരിക്കും, അടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ഒരു പുലി. മദപ്പുലി എന്ന് പറഞ്ഞാൽ മതം ഇറങ്ങിയ ആനയെ പോലെയാണ് ആ പുലിയുടെ അവസ്ഥ. ഇങ്ങനെയാണ് രണ്ട് മനുഷ്യരെ, ആ രണ്ട് വാക്കുകൊണ്ടാണ് തമ്പിമാരെ ഏതോ അജ്ഞാതരാണ് ഈ ഇത്തരം പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്, അവർ വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം വൈകുന്നേരം ഈ കിഴക്കൻ കാട്ടിൽ ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും കൂടെ ഇതുപോലെ വാക്കുകൾ അന്വേഷിച്ചാണ് പോകുന്നത്. മനുഷ്യരോട് സംസാരിക്കുകയും അവരിൽ നിന്ന് എന്തെങ്കിലും പുതിയ വാക്കുകൾ എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് പുതിയ വാക്കുകളാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കാൾ എത്രയോ പഴക്കമുള്ള ആഴമുള്ള വാക്കുകളാണ് പലതും. അതുപോലെ എത്രയോ വാക്കുകൾ നമ്മുടെ ഭാഷയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. അങ്ങനെ ഇവരോട് സംസാരിക്കുമ്പോൾ പല വാക്കുകളും കഥകളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിലൊരു വാക്കാണ്, ഞങ്ങൾ വൈകുന്നേരം ഒരു കുടിലിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു അമ്മച്ചി ഞങ്ങൾക്ക് കുറെ കട്ടൻ ചായയും ചക്ക പുഴുങ്ങി, ഇതേപോലെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, ഇതേപോലെ മഴയുള്ള സമയമാണ്, ചക്ക പുഴുങ്ങിയതും കുറെ കാന്താരി മുളക് അരച്ച് കൊണ്ടുവന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. മഴ പെയ്യാനായിട്ടുള്ള വൈകുന്നേരം ഒരുങ്ങി വരികയാണ്. അപ്പോഴാണ് ഈ അമ്മ, ഞങ്ങൾ പല വാക്കുകൾ അവരെ കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും പറയുന്നില്ല, അവർക്ക് അങ്ങനെ വാക്കുകളൊന്നും വരുന്നില്ല. ഞങ്ങളൊക്കെ ഭയങ്കര മാനക ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. പെട്ടെന്ന് അവർ പറഞ്ഞു, അയ്യോ വൈവാങ്കോൾ, അവരെ മോളെ വിളിച്ച് പറയുന്നു, വൈവാങ്കോള് വരുന്നു, നീ ആ തുണിയെല്ലാം പറക്കി അകത്ത് തന്നു. വൈവാങ്കോൾ എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ എനിക്ക് ആ വാക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, ആ അന്തരീക്ഷം ഇങ്ങനെ മോടിക്കെട്ടി ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു അന്തരീക്ഷത്തെയാണ് അവർ വൈവാങ്കോൾ എന്നുള്ള വാക്ക് വെച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം വാക്കുകളുടെ ധാരാളം നാടൻ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ എടുത്തുപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല. ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇതോ നഷ്ടപ്പെട്ടു പോകും. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പരിസരത്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം വാക്കുകൾ കിട്ടും. നിങ്ങളുടെ അമ്മമ്മ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒരു 10% നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളായിരിക്കും. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങളോടും നിങ്ങളുടെ ഭാഷയോടും നിങ്ങളുടെ തലമുറയോടും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടെ ആയിരിക്കും. നിങ്ങൾക്കത് കഴിയും. ഇനി ചില വാക്കുകൾ ഞാൻ ഇങ്ങനെ ശേഖരിച്ച ചില വാക്കുകൾ ഞാൻ എൻ്റെ നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ് അതില് ഇതൊക്കെയാണ് വാക്കുകൾ. നെഞ്ചും കൂട്, പലതും നിങ്ങൾക്ക് അറിയാന്നുള്ളതായിരിക്കും, പലതും അറിയാത്തതും കാണും. മൂക്കറിയാം, തല, കവാലം, ഉച്ചി, പെടലി, കൂമ്പ്, ലാപ്പറം, ചെപ്പാക്കുറ്റി, കുറുക്ക്, പറിച്ചാങ്കൊട്ട, കൊടുക്ക്, നാവാരിയല്ല്, കമ്മണ്ട, കാലിന്റെ ഇട, കുമ്പിടാങ്കുഴി, കന്നം, കവട്ട, കൊതം, കൊരവള, കൊയം, പൂമ്പാമ്പല, തലമണ്ട, ലൗണ്ടി, പൊങ്ങ, ഞെരിയാണി, കുണ്ടി, നടുമ്പറം, പൊക്കി, നെഞ്ചാങ്കോട്, ഉച്ചന്തല. ഇങ്ങനെ ഇതില് കുറെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാത്ത വാക്കുകളുണ്ട്. അതറിയാത്തത് ഒരുപക്ഷെ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും. ഇതിൽ പലതും എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞാനും ഈ കഴിഞ്ഞ ഒരു വർഷത്തിലും അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. പലതിന്റെ അർത്ഥവും എനിക്ക് അറിയില്ല. നമ്മുടെ സാഹിത്യം, നമ്മുടെ സാഹിത്യ കൃതികൾ, നമ്മുടെ ഭാഷയിലെ വാക്കുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. പലയിടത്തും ശേഖരിച്ച വാക്കുകൾ
എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ സാഹിത്യകൃതികൾ എഴുത്തുകാർ അറിഞ്ഞും അറിയാതെയും ഇങ്ങനെ വാക്കുകളെ അവരുടെ കൃതികൾക്കുള്ളിൽ ഡ്രോപ്പ് ചെയ്ത് പോകാറുണ്ട്. മിക്കതും അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ പഴയ കൃതികളെടുത്ത് നോക്കിയാൽ സി വി രാമപിള്ളയുടെയോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ തകഴിയുടെയോ അല്ലെങ്കിൽ അതിനു മുന്നുള്ള സാഹിത്യകൃതികൾ നോക്കിയാൽ അക്കാലത്തെ വാക്കുകൾ അവരറിയാതെ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ സാഹിത്യകൃതികൾ എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു സംഗ്രഹാലയം, മ്യൂസിയം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു മ്യൂസിയത്തിന്റെ സൂക്ഷിപ്പുകാരാണ് എഴുത്തുകാർ, മ്യൂസിയത്തിന്റെ സംഗ്രാഹകരാണ്, അല്ലെങ്കിൽ അത് സംഭരിച്ചു വയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എഴുത്തുകാർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ എനിക്ക് ഇത്തരം നമ്മൾ ഈ മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ അതുവരെ കാണാത്ത തരം കഥകൾ കൂടി നമുക്ക് കിട്ടാറുണ്ട്, കഥകളും പാട്ടുകളും. ഞാന് അതിനകത്ത് എനിക്ക് വളരെ അട്രാക്റ്റീവായ ഒരു പാട്ട് കിട്ടിയത് കണിയാരത്ത് തമ്പുരാൻ ഊട്ടുപാട്ട് എന്ന പേരിൽ ഒരു തെക്കൻ പാട്ടാണ്. ഈ തെക്കൻ കേരളത്തിലെ കാണിക്കാർ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. അവര് ഒരു തോറ്റം പാട്ടാണ്. ഭദ്രകാളി പോലുള്ള ദൈവങ്ങളെ തോറ്റിയെടുക്കുന്ന പാട്ടാണ്. അതിനകത്ത് ഒരുത്തൻ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു. കാട്ടിലൂടെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് കാടിന്റെ നടുക്ക് വെച്ചിട്ട് അയാൾ രാത്രി അയാളുടെ എരുതെന്ന് പറഞ്ഞാൽ കാളയടിച്ച് കാളയുടെ മുതുകിൽ ഭാണ്ഡം കെട്ടിവെച്ച്, ആ ഭാണ്ഡത്തിന് പറയുന്നത് പൊതി എന്നാണ് പറയുന്നത്. ഈ പൊതിയൊക്കെ കെട്ടിവെച്ച്, പൊതിയിലുണ്ടാവുന്നത് അത്യാവശ്യം അരി, സാമാന്യം കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പാത്രം, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതൊക്കെ കെട്ടിവെച്ച് കാട്ടിലൂടെ ഇങ്ങനെ വരുന്നു. അട്ടയാർ എന്ന് പറയുന്ന ആറിന്റെ നമ്മുടെ പശ്ചിമഘട്ടത്തിന് കുറുകെ, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുറുകെ കടക്കുന്ന ഒരു വഴിയിലൂടെയാണ് വരുന്നത്. ആ വഴിയുടെ പേര് കീരവാട തടം എന്നാണ്. അത് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇവിടുത്തെ ഒരു കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിലെ അംബാസമുദ്രം വരെ ഉള്ള വഴിയാണത്. ആ വഴിയിലൂടെ രാവിലെ കീരയുമായി പോയാൽ കീര വാടുന്നതിന് മുമ്പ് അവിടെ എത്തും. ഇങ്ങനെയാണ് ആ പേരുണ്ടായത്. ഇങ്ങനെയൊക്കെയാണ് പല നമ്മുടെ സ്ഥലനാമങ്ങളും പേരുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ കീരവാടാത്തടം വഴി വരുമ്പോഴത്തേക്ക് ഇയാള് അട്ടയാറിന്റെ കരയിൽ വെച്ച് ഇങ്ങനെ ഉറങ്ങാൻ തയ്യാറാവുന്ന 8 പാണ്ഡങ്ങളൊക്കെ എടുത്ത് ഒതുക്കിയിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴത്തേക്ക് ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു കല്ലുമാടന്റെ മാടൻ, നിങ്ങൾക്ക് അറിയാമല്ലോ, മാടൻ എന്ന് പറയുന്ന മൂർത്തി. അപ്പൊ അയാളുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു. രാത്രി അയാൾ നോക്കുമ്പോൾ അയാള് ഒരു മനുഷ്യൻ അവിടെ വന്ന് കിടക്കുന്നു. മനുഷ്യനെ കണ്ടപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. കാരണം ഞാൻ ഇത്രയും വലിയ മാടനായി ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്നെ ബഹുമാനിക്കാതെ, എന്നെ അംഗീകരിക്കാതെ ഒരു തീറ മനുഷ്യൻ അവിടെ വന്ന് കിടക്കുന്നു എന്ന് പറയും. ദേഷ്യം വന്നിട്ട് മാടൻ ആദ്യം ഈ അട്ടയാറിനെ എടുത്ത് ഉയർത്തി മറിച്ചിട്ടിടൽ. അട്ടയാറിന്റെ തോട്ടിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകും. അതൊരു പെരുമ്പാത പോലെയാണ്. ഇങ്ങനെയൊക്കെ ആ കണിയാർ തമ്പുരാൻ ഊട്ടുപാട്ടിലുള്ളതാണ്. ഇത്തരം സങ്കല്പങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇത്തരം സങ്കല്പങ്ങൾ പോലെയാണ് നമ്മൾ ഒരു പക്ഷേ മാജിക്കൽ റിയലിസം എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത്. മാർക്വേസിനെ പോലെയുള്ളവർ എഴുതി പ്രശസ്തമാക്കിയ ഒരു സാഹിത്യ തന്ത്രമാണത്. പക്ഷെ നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ നാടോടി സാഹിത്യത്തിൽ, നാടൻ പാട്ടുകളിൽ ഇത് എത്ര വ്യാപകമായി നേരത്തെ ഉപയോഗിച്ചിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇതിനെ എടുത്ത് മറിച്ചിടുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നദിയിലെ വെള്ളവും മത്സ്യങ്ങളും ഒക്കെ വാർന്നു പോയി. വീണ്ടും ദേഷ്യം വന്ന് തോടിനെ മടക്കി ഒരു പായ പോലെ ചുരുട്ടി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ടും ഇവൻ ഉണരുന്നില്ല. ഈ കിടന്ന ആള് ഉണരുന്നില്ല എന്ന് കണ്ടിട്ട് ഇയാള് കാടിനെ പിടിച്ച് കുലുക്കും. സങ്കല്പം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു വലിയ കാടിന് ഒരു മാടൻ നിന്നിട്ട് കാടിനെ പിടിച്ച് കുലുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2 മലകളിൽ നിന്ന് അപ്പുറം ഇപ്പുറം ചാടുന്നു. എന്നിട്ട് ഇയാൾ ഉണരുന്നില്ല എന്ന് കണ്ടിട്ട് ഇയാളുടെ തലയ്ക്കും മാട്ട് ചെന്ന് തന്നു. ആ വാക്ക് ഒരു 100 കണക്കിന് വാക്കുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത, നിത്യവ്യവഹാര ഭാഷയിൽ ഉപയോഗിക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ധാരാളം ആയിരക്കണക്കിന് വാക്കുകൾ ആ കൃതിക്കകത്തുണ്ട്. ചെറിയൊരു കൃതിയാണ്. അപ്പോ എന്നിട്ട് തലയ്ക്കുമാട്ട് നിന്നിട്ട് മാടൻ ഇയാളെ പേടിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് പേടിപ്പിക്കുന്നത്. ആരുടാ നീ ഏവനടാ, തിക്ക് കെട്ട് ഉറങ്ങണത്, ബോധം കെട്ട് കിടക്കണത്, നിന്നെയുമേ കൊല്ലും ഞാന്, ദ്രവ്യത്തെയും പറിക്കുമല്ലോ. എനിക്ക് ഈ തെക്കൻ പാട്ടുകളിൽ കുറെ ഞാൻ വായിച്ചിട്ടുണ്ട്. കുറെ കഥകൾ എനിക്കറിയാം, പാട്ടുകൾ, വരികൾ പലതും മറന്നെങ്കിലും എനിക്ക് ആ കഥകളൊക്കെ അറിയാം. അപ്പോ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു രംഗം, ഒരുപാട്
കഥകളിൽ ഒരുപാട് പാട്ടുകൾക്കുള്ളിൽ നിന്ന് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു രംഗം ഈ മാജിക്കൽ റിയലിസം നിലനിൽക്കുന്ന മാടനും ഈ മനുഷ്യനുമായിട്ടുള്ള ഒരു സംവാദമാണ്. അവിടെ എന്നിട്ട് അയാൾ പറയുന്നത്, ആ ഭാഷ നോക്കുക, ആരടാ നീ ഏവരടാ തിക്ക് കെട്ട് ഉറങ്ങണത്, ബോധം കെട്ട് കിടക്കണം. തിക്ക് കെട്ടെന്ന് പറഞ്ഞാൽ ഒരു തിക്കട വിട്ടെന്ന് നമ്മൾ ഇവിടെ പറയാറുണ്ട്. തിക്കട വിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞില്ല, ബോധം കെട്ട് കിടക്കും. നിന്നെ കൊണ്ട് ഞാൻ ദ്രവ്യത്തെയും പറിക്കുമല്ലോ, നിന്റെ ദ്രവ്യത്തെയും ഒക്കെ പറിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ മാടൻ നിന്ന് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയൊക്കെയാണ് ആ പാട്ട് തുടർന്നു പോകുന്നത്. ഈ പാട്ടിനുള്ളിൽ തന്നെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ട്രേഡ് റൂട്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞത് വഴി. 15, 16, 17 നൂറ്റാണ്ട് വരെ തിരുവിതാംകൂർ രാജാക്കന്മാർ ആ പാത അടയ്ക്കുന്നത് വരെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തിരുവിതാംകൂറിലെയും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാട് വഴി ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് ഇവരെല്ലാം നാഗർകോവിൽ ചുറ്റിയാണ് തിരുനെല്വേലിക്ക് പോകുന്നത്. മറ്റത് കുറെ 5-6 മണിക്കൂർ നടന്നെത്താവുന്ന ദൂരങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ നോവലിന് വേണ്ടി ഇറങ്ങി നടന്ന് അന്വേഷിച്ച മനുഷ്യരാണ് വേടർ എന്ന് പറയുന്ന സമുദായം. നിങ്ങളെ എത്ര പേർക്ക് ആ ഒരു സമൂഹത്തിലുള്ളവരെ അറിയാമെന്ന് എനിക്കറിയില്ല. ആ ഒരു സമൂഹം കേരളത്തിലെ ഏറ്റവും പുരാതനരായ ആദിമ സമൂഹമാണ്. വളരെ ദ്രവീഡിയൻ സമൂഹമാണ്. അവർ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ തനത് ഭാഷയുണ്ട്. പക്ഷെ അവർ തന്നെ ഉപയോഗിക്കാതെ അത് മിക്കവാറും ഗോത്ര സമൂഹങ്ങളുടെയൊക്കെ ഭാഷ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പൊതുസമൂഹത്തിലൊന്നും ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ പൊതുസമൂഹം അവരെ കളിയാണ്. അത് ഭയന്ന് അവർ ഉപയോഗിക്കാതെ പലതും തേഞ്ഞു പോയ ഒരവസ്ഥയാണ് ഈ ഭാഷയിലെല്ലാം ഉള്ളത്. നമ്മുടെ മലയാളമാണ് മലയാളിയുടെ മാതൃഭാഷ എന്ന് പറയുമ്പോഴും മലയാളത്തിനകത്ത് ഒരുപാട് മലയാളങ്ങളുണ്ട്. അത് പലതും നമ്മൾ ഈ പറയുന്ന മാനക മലയാളം കൊണ്ട് നമ്മൾ മാറ്റി അല്ലെങ്കിൽ അതിനെ മൂടി വെച്ചിരിക്കുന്ന ഒന്നാണ്. അതാണ്. അപ്പൊ അവരുടെ ഭാഷയ്ക്ക് ഭയങ്കരമായ ഒരു സൗന്ദര്യം. എനിക്ക് ഒരുപാട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടാവും. ഈ നാട്ടിൽ വേറെ സമുദായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഞാൻ ഒരു പ്രായം വരെ ഞങ്ങളുടെ ഒപ്പമൊക്കെ കളിച്ചും ഒക്കെ ജീവിച്ചവരാണ്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് അവർ പോയി. അവർ 5-ലും 6-ലും 8-ലൊക്കെ വെച്ച് പഠിത്തം മതിയാക്കി പോയി. പിന്നീട് ഞാൻ അന്വേഷിക്കുന്നത് എനിക്ക് 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരാരും എൻ്റെ നാട്ടിലില്ല. അവരെയൊക്കെ ഇവിടെ സർക്കാർ, പഞ്ചായത്ത് ദൂരെ ഒരു കുന്നിൽ ഒരു കോളനി ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ താമസിപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന വിഭാഗത്തിലാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാനപരമായി അവർ ട്രൈബ്സിനേക്കാൾ പഴയ ഇവിടുത്തെ ഗോത്ര മനുഷ്യരാണ്. പഴയ ഏറ്റവും ആദിമനായ മനുഷ്യരാണ്. അപ്പൊ അവരുടെ ഭാഷ അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അവരുടെ ജീവിതവും കണ്ടു. ഉദാഹരണത്തിന് അവർ പറയുന്ന ഒരു ചില വാക്കുകൾ ഞാൻ പറയില്ല. അതായത് എവിടെ പോയോ എന്തോ ഒരാളുടെ ഞാൻ അന്വേഷിക്കുന്നു. അപ്പം അയാൾ പറഞ്ഞത് എവിടെ പോയോ എന്തോ എന്നാണ് മാനക ഭാഷയിൽ പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് എങ്ക് പൊക്കുഴിച്ചോ എന്താറി എന്നാണ് പറയുന്നത്. എങ്ക് പൊക്കുഴിച്ചോ എന്താറി. ഈ ഭാഷ ഞാൻ 5-ലും 6-ലും വെച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ കേൾക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ആ ഭാഷ, അതിന്റെ സൗന്ദര്യം, അതിന്റെ ഒരു ഉറവ്, ഇതെല്ലാം നമുക്ക് പൊതുവെ പൊതു ഭാഷ ഉപയോഗിക്കുന്നവർക്ക് അന്യമായ ഒരു സംഗതികളാണ് അതിനകത്തുള്ളത്. ഒരു വാക്കുണ്ടായി വരുന്നത്, ഒരു ഭാഷ ഉണ്ടായി വരുന്നതിന് ഒരുപാട് പ്രോസസ് ഉണ്ട്. ഭാഷയിൽ ഒരു വാക്കുണ്ടായി വരുന്നത് ആ കാലത്തെ ജീവിത സാഹചര്യവും ആ മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള പലതരം ഇടപെടലുകളുടെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആണ് ഒരു വാക്ക് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ചരിത്ര സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ വാക്കുകൾ രൂപപ്പെട്ടു വരുന്നത്. ഇത് ഒരു വാക്ക് ഭാഷയിൽ നിന്ന് അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃതിയുടെ ചരിത്രം നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഓരോ വാക്കും നമ്മളിങ്ങനെ സംഭരിച്ച് രേഖപ്പെടുത്തി ഒരു സംഗ്രഹാലയത്തിൽ എന്ന പോലെ, മ്യൂസിയത്തിൽ എന്ന പോലെ സൂക്ഷിച്ചു വെക്കേണ്ടത് ഉണ്ട്. അങ്ങനെ ഒരു എളിയ ഏതെങ്കിലും ഒരു ശ്രമം ഞാൻ എടുത്തു കഴിഞ്ഞാൽ കുറെ അത്തരം വാക്കുകൾ എൻ്റെ കൃതികൾക്കുള്ളിൽ രൂപപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഇങ്ങനെ ഇറങ്ങിയപ്പോൾ മനസ്സിലായ ഒരു സംഗതി, അല്ല, ഞാൻ ഒരു വാക്കിന്റെ ചരിത്രം പറയാം. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഗമണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, ഗമണ്ടൻ, കെണ്ടൻ എന്നൊക്കെ കുറെ കൂടെ ലോപിച്ച് കെണ്ടൻ എന്നൊക്കെ പറയും. ഈ വാക്കുണ്ടായ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 1-ാം ലോക മഹായുദ്ധ സമയത്ത്
ജർമ്മനിയുടെ ഒരു പടക്കപ്പൽ, അതിന്റെ പേരായിരുന്നു എംഡൻ. ഈ എംഡൻ എന്ന പടക്കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ അന്നത്തെ അക്കാലത്തെ ഏറ്റവും വലിയ പടക്കപ്പലായിരുന്നു. ഇത് നമ്മുടെ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുന്നുവെന്നും അവിടെ നിന്നൊരു ജപ്പാനിലേക്ക് ഒരു ആ പടക്കപ്പൽ പോകുന്നുവെന്നും നമുക്കിവിടെ വാർത്ത കിട്ടി. ജർമ്മൻ പടക്കപ്പൽ വരികയാണ്. അപ്പം തിരുവനന്തപുരത്തും ചെന്നൈയിലും ഒക്കെ ഉള്ളവർക്ക് ഭീഷണിയായി, പേടിയായി. കാരണം ഇവിടെ അന്ന് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളാണ് ജർമ്മൻകാർ. സ്വാഭാവികമായിട്ട് അവർ ഇതുവഴി പോകുമ്പോൾ 2 ബോംബെടുത്ത് ഇവിടെ ഇറങ്ങിച്ചു പോയാൽ ഈ നാട് നശിക്കുമെന്ന് ഉള്ള പേടി നമുക്കുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള വലിയ പ്രമാണിമാരൊക്കെ എന്തെന്ന് വെച്ചാൽ അവര് അവരുടെ വീടിന്റെ ചുറ്റും വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി അതിനകത്ത് ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. അത് ചരിത്ര പുസ്തകത്തിലുണ്ട്. പിന്നീട് ഈ കപ്പൽ ഇതുവഴി പോവുകയും തിരുവനന്തപുരത്തിന് ആക്രമിച്ചൊന്നുമില്ല. പക്ഷെ ചെന്നൈ നഗരത്തിലേക്ക് 8 or 10 ബോംബ് വർഷിച്ചിട്ട് അവിടെ കിടുക്കി വിറപ്പിച്ചിട്ടാണ് ആ കപ്പൽ ഈ ഇന്ത്യൻ മഹാസമുദ്രം താണ്ടി കിഴക്കൻ ഏഷ്യന്റെ ഇതിലോട്ട് പോയത്. ആ ഒരു ഭീഷണിയായ കാലത്ത് അന്ന് എംഡൻ എന്നുള്ള പേര് ഇവിടെ അതേ ഭീഷണിയുടെ ഭയത്തോടെ പേടിയോടെ നമ്മൾ മലയാളികൾ അങ്ങ് സ്വീകരിച്ചു. പിന്നീട് അതിനെ യമണ്ടൻ എന്നും കെണ്ടൻ എന്നൊക്കെ നമുക്കറിയാം. ആ വാക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നു. ആ വാക്കിന്റെ റൂട്ട് അത് നമുക്ക് ആ കെണ്ടൻ അല്ലെങ്കിൽ യമണ്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഭീതി അല്ലെങ്കിൽ ഒരു വലിപ്പത്തെ കുറിച്ചുള്ള ധാരണ ഉണ്ടല്ലോ. യമണ്ടൻ എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടായത്, ആ വാക്കുണ്ടായത് ഈ ഒരു കപ്പലിന്റെ പേരിൽ നിന്നാണ്, ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. ആ സംഭവം നമുക്കറിയില്ല, അത് കടന്നുപോയി, ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ ആ വാക്ക് ഭാഷയിൽ അതേപോലെ ഭീതി പടർത്തിക്കൊണ്ട് നമ്മുടെ ഭാഷയിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കിലും ഇതേപോലെ ഒരു റൂട്ട് ഉണ്ടാവും. നിങ്ങൾ ഭാഷ പഠിക്കുന്നത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ആദിവാസികളുടെ ജീവിതത്തിൽ, അവരുടെ പശ്ചാത്തലത്തിൽ, അവരുടെ സാംസ്കാരികമായ ഇടപെടലിൽ, മറ്റു ജീവികളുമായിട്ടുള്ള ഇടപെടലിൽ നിന്നൊക്കെയാണ് ഇത്തരം വാക്കുകൾ ഉണ്ടായി വരുന്നത്. അതിന് അത്രയും ഭാഷാപരമായ പ്രാധാന്യം എന്നതുപോലെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യങ്ങളും വാക്കുകൾക്കുണ്ട്. അതുപോലെ രസകരമായ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, മനുഷ്യനോട് മാത്രമല്ല സംസാരിക്കുന്നത്, മനുഷ്യൻ അവന്റെ ജീവികളോട് സംസാരിക്കും. മനുഷ്യൻ വളർത്തു മൃഗങ്ങളോടും അല്ലാത്ത മൃഗങ്ങളോടും ഒക്കെ മനുഷ്യൻ സംസാരിക്കുന്നു. അതിനുവേണ്ടി മനുഷ്യന് സ്വന്തമായി ഒരു മൃഗഭാഷ മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോ നാട്ടിലും വ്യത്യസ്തമാണ്. എന്റെ നാട്ടിൽ ഈ നെടുമങ്ങാട് പൂച്ചയെ വിളിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത് ഓരോ പ്രദേശത്തും വ്യത്യാസം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഞങ്ങളിവിടെ പൂച്ചയെ വിളിക്കുന്നത് ബീസ് ബീസ് എന്നാണ്. ബീസ് ബീസ് എന്ന് വിളിച്ചാൽ ഇവിടുത്തെ പൂച്ച വരും. വേറെന്തെങ്കിലും വിളിച്ചാൽ പൂച്ച വരില്ല, പൂച്ചകളെ ചീത്ത വിളിക്കും. അതിലെ നായയെ വിളിക്കുന്നത്, ഇവിടുത്തെ നായ്ക്കളെ വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ പട്ടി വരൂ, നായ വരൂ, ഇങ്ങനെ വിളിച്ച ഇവിടുത്തെ പട്ടി വരില്ല. ഇങ്ങനെ ഒരു സംബന്ധം മൃഗങ്ങളും മനുഷ്യരും തമ്മിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴയ കാർഷിക വ്യവസ്ഥയിൽ ട്രാക്ടറൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പാഠപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ യഥാർത്ഥത്തിൽ തന്നെ ഈ കാള കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്, മരവടി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കാള കൂട്ടുന്ന മനുഷ്യൻ, വയല് കൂട്ടുന്ന മനുഷ്യൻ പോത്തിനെ വിളിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടാണ് പോത്തിനെ കാളയൊക്കെ നിയന്ത്രിക്കുന്നത്. അതിലും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് അതിനകത്ത് ജാതി വ്യത്യാസം പോലും ഉണ്ട്. ഒരു വേടൻ പോത്തിനെ അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കല്ല, ആ ശബ്ദമല്ല ഒരു പുലയ സമുദായത്തിലുള്ള ആൾ പോത്തിന് വയല് അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദം. അതെനിക്കൊരു ഇതുപോലെ മരമടിക്കുന്ന വേടൻ സമുദായത്തിലുള്ള ഒരാൾ എനിക്ക് പറഞ്ഞു തരാണ്. അത് എനിക്കറിയാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ്. വെറും ശബ്ദം മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ശബ്ദം, ഇങ്ങനെയൊക്കെയുള്ള ശബ്ദം. ഒരുപക്ഷെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് കറ എന്നും ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. പക്ഷെ അതിൽ പോലും പോത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ സൂക്ഷ്മമായ നിർദ്ദേശങ്ങൾ വേറെ ഉണ്ട്. ഉദാഹരണത്തിന് എനിക്ക് അയാൾ പറഞ്ഞു തന്നത്, ഞാൻ കണ്ടു മനസ്സിലാക്കിയതല്ല, എനിക്ക് പറഞ്ഞു തന്നതാണ്.
പോത്തിനിങ്ങനെ വയലിലടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് തിരിഞ്ഞു വരണം എന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്ന സൗന്ദര്യവും രസമൊന്നും ഞാൻ പറയുമ്പോൾ ഇല്ല. അതിങ്ങനെയാണ് ഇമ്പഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഇമ്പഹ ഈ പറയുമ്പോഴത്തേക്ക് അത് വലത്തോട്ട് തിരിയും. വലത്തോട്ട് തിരിയെന്ന് പറയണ്ട, അത് ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് വലത്തോട്ട് തിരിഞ്ഞ് കറങ്ങി വരും. അതുപോലെ ഇടത്തോട്ട് തിരിയാൻ വേറൊരു വാക്കുണ്ട്. ഇത് നെടുമങ്ങാടുള്ള മരവടിക്കാരന്റെ ഭാഷയാണ്. ഇതായിരിക്കില്ല കൊല്ലത്ത്, ഇതായിരിക്കില്ല എറണാകുളത്തുള്ള. അവിടെ എല്ലാം ഇത്തരം സമാനമായ ജോലികൾ ചെയ്തിരുന്നു. സമാനമായ മനുഷ്യരുണ്ടായിരുന്നു, സമാനമായ മൃഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ നാട്ടിൽ ഉപയോഗിച്ച രീതിയിലായിരിക്കില്ല ഈ സൂക്ഷ്മമായ ഈ ശബ്ദം പോലും മനുഷ്യർ പല പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഭാഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഭാഷ പല രീതിയിൽ നമ്മളെ ഇടപെടുന്നത്. അതുപോലെ ഒരു പ്രയോഗം, ഞാൻ ഈ കാട്ടിലെ കഥകൾക്കുള്ളിൽ കണ്ട ഒരു പ്രയോഗം മാത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതിതാണ് ഒരിക്കൽ കാട്ടിൽ ഒരു വളരെ ദീർഘമായ ഒരു മലമ്പാട്ടിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അതില് രണ്ടുപേരെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മനാഭ സ്വാമിയും അദ്ദേഹത്തിന്റെ മച്ചുനനായ പാണ്ഡ്യനും കൂടെ പത്മനാഭന്റെ സഹോദരിയും പാണ്ഡ്യന്റെ ഭാര്യയുമായ സീതയ്ക്ക്, അവൾ ഗർഭിണിയാണ്. അവൾക്ക് തേൻ കുടിക്കണമെന്ന് ഭയങ്കരമായ കൊതി വരും. അങ്ങനെ അണ്ണനോടും പറയും, അവളുടെ ഭർത്താവിനോടും പറയും. അങ്ങനെ രണ്ടുപേരും ചേർന്നു. പാണ്ഡ്യൻ അസുരനും പത്മനാഭസ്വാമി ദേവനുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരോടും പറയും. അങ്ങനെ സീത എന്നാണ് പേര്. സീത പറയുന്നതനുസരിച്ചിട്ട് ഒരു കാട്ടിൽ തേനെടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇങ്ങനെ വഴിയിൽ പോകുമ്പോൾ ഒരു തേനീച്ചയെ കാണും. ഈ തേനീച്ചയെ പിടിച്ചിട്ട് അതിന്റെ കാലിൽ ഒരു നൂല് കെട്ടും. നീളത്തിലൊരു നൂല് കെട്ടിവിടും. എന്നിട്ട് ആ നൂലിനെ പിന്തുടർന്ന് ഇങ്ങനെ പോകുമ്പോൾ കൊടുങ്കാട്ടിലെത്തും. ആ കൊടുങ്കാട്ടിൽ ഒരു വലിയ മരത്തിൽ നോക്കുമ്പോൾ അവിടെയാണ് തേൻകൂടെന്ന് മനസ്സിലാവും. രണ്ടുപേരും കൂടെ തപ്പിപ്പിടിച്ച് മരത്തിന്റെ മുകളിൽ കയറും. മരത്തിന്റെ മുകളിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് ആ ഭാഷയിൽ നമ്മുടെ ഈ ആദിവാസികൾ അത്രയും സൗന്ദര്യാത്മകമായ ഒരു ഉപമയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: ആ മപ്പീന്ന അതിനകത്ത് തേൻകൂടിനകത്ത് പുള്ള ഉറക്കിയിട്ട പോലെ തേനിരിക്കുന്ന കണ്ടു എന്നാണ്. പുള്ള ഉറക്കിയിട്ട പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 6 മാസം 8 മാസം പ്രായമുള്ള ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്ന പോലെ അവിടെ തേനറ ഇരിക്കുന്നു എന്ന്. പുള്ള ഉറക്കിയിട്ട പോലെ. ഇങ്ങനെ അതിസൗന്ദര്യമായ നമ്മുടെ സംസ്കാരത്തെയും ഭാഷയെയും അത്രയും ചേർന്ന് നിൽക്കുന്ന അസംഖ്യം വാക്കുകൾ നമ്മുടെ നാടൻ പാട്ടുകളിലും നമ്മുടെ പ്രാചീന സാഹിത്യത്തിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ എഴുത്തുകളിലും ഒക്കെ ഇത്തരം പ്രയോഗങ്ങളും ഭാഷകളും ഒക്കെ വാക്കുകളും ഒക്കെ അറിയാതെ എഴുത്തുകാർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഈ വാക്കുകൾ നമ്മുടെ പലതരത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കൂടിയാണ്. ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ശേഷിപ്പുകളാണ്. അതിനെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടി ഭാഷ ഉപയോഗിക്കുന്നവർ എന്നുള്ളതിലേക്ക് നമ്മുടെ ജ്ഞാനത്തെ, നമ്മുടെ അധ്യാപകർ എന്നുള്ള സങ്കല്പം പല പല പരിണാമഘട്ടങ്ങൾ കടന്നാണ് ഇന്നത്തെ രൂപത്തിൽ വന്നു നിൽക്കുന്നത്. ആദ്യം മനുഷ്യന്റെ സാംസ്കാരിക പരിണാമവുമായി ബന്ധപ്പെട്ടാണ് അധ്യാപകൻ എന്ന് പറയുന്ന ആളുണ്ടാവുന്നത്. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഉണ്ടാവുന്നത്, ഗുരു ഉണ്ടാവുന്നത്. ആദ്യം ഉണ്ടായത് അത്തരം ഗുരുക്കളാണ്, പറഞ്ഞു തരുന്നവരാണ്. പിന്നീട് ഗുരുക്കന്മാർ പോയി ടീച്ചേഴ്സ് എന്ന് പറയുന്ന കുറെ കൂടി ഒരു മോഡേൺ കൺസെപ്റ്റിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം വന്നു. അതിനുശേഷം ഏറ്റവും അവസാനമായി ഒരു പക്ഷേ മെന്റർ എന്നുള്ള നിലയ്ക്ക്, വഴികാട്ടി എന്നുള്ള നിലയിലേക്ക് കൂടുതൽ ഡെമോക്രാറ്റിക് ആയ, അല്ലെങ്കിൽ കമ്പെടുക്കാത്ത, പഴയ മനുഷ്യരെല്ലാം കമ്പെടുത്തവരാണ്. അത്തരം കമ്പെടുക്കാത്ത, വളരെ ജനാധിപത്യപരമായി തുല്യത അപ്പുറത്തും ഇപ്പുറത്തും, വിദ്യാർത്ഥിക്കും
അധ്യാപകനും ഒരേ പ്ലേസ് ഉള്ള ഒരേ സംവിധാനത്തിന്റെ രണ്ട് ഭാഗങ്ങളായി മാത്രം നിൽക്കുന്ന വലിപ്പ ചെറുപ്പമില്ലാത്ത രണ്ട് സ്ഥാനങ്ങളായി അധ്യാപകന്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. ഈ ഒരു പരിണാമഘട്ടത്തിലാണ് കാലത്തെ അധ്യാപകൻ നിൽക്കുന്നത് ഏറ്റവും പുതിയതാണ്. ഞാൻ അവസാനമായി ഇത് വളരെ സമയം അവസാനിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ജീവിതം ഒരുപക്ഷെ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ അധ്യാപക വിദ്യാർത്ഥികൾ എന്ന പദവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേരിൽ നിന്ന് നിങ്ങളുടെ പേരിലെ വിദ്യാർത്ഥികൾ താമസിയാതെ അപ്രത്യക്ഷമാകും. നിങ്ങൾ അധ്യാപകർ തന്നെ ആവും ജീവിതത്തിൽ. അല്ല വേറൊരു മേഖലയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കിട്ടിയ അധ്യാപക വിദ്യാഭ്യാസം എന്നത് നിങ്ങൾക്കൊരു തലമുറയെ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ എത്ര ക്ലീശയാണ്, ഞാൻ ഈ പറഞ്ഞത് വളരെ ക്ലീശയായിട്ടുള്ള വാക്കാണ്, എല്ലായിടത്തും പറയുന്നതാണ് അധ്യാപകർ തലമുറയെ രൂപപ്പെടുത്തുമ്പോൾ. ക്ലീശയാണെങ്കിൽ പോലും അത് നിരന്തരമായ ഒരു സത്യവും കൂടെയാണ്. ഒറ്റ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ, സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ജനനം നടത്തുന്ന, പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളുടെ പ്രത്യേകത ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനൊക്കെ മൊബൈൽ ഫോൺ തുടക്കം മുതൽ കാണുന്ന ആൾക്കാരാണ്. അന്ന് വലിയ ഏരിയൽ പോലെയൊക്കെ ഘടിപ്പിച്ച വലിയ മൊബൈൽ ഫോണുകളാണ് ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നത്. ഇന്ന് ഏറ്റവും പുതിയ ഐഫോൺ ഉപയോഗിക്കുന്നവർ ആണ്. ഏറ്റവും പുതിയ തലമുറയിൽ ഐഫോൺ ആണുള്ളത്. അത് അതിന്റെ തുടർച്ചയാണ്, പഴയതൊരു തുടർച്ചയാണ് ഈ ഐഫോൺ എന്ന് പറയുന്നത്. ഐഫോൺ എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം അതിലുണ്ട്, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ 20 22 വയസ്സുള്ള നിങ്ങൾ, അല്ലെങ്കിൽ 25 വയസ്സിനകത്ത് പ്രായമുള്ള നിങ്ങൾ എന്ന് പറയുന്നത് 25 വയസ്സല്ല പ്രായം. മനുഷ്യൻ ഇതുവരെയും ആർജിച്ചിട്ടുള്ള പ്രായം പ്ലസ് നിങ്ങളുടെ 25 വയസ്സാണ്. 6 ലക്ഷം വർഷമാണ് മനുഷ്യന്റെ പ്രായമെങ്കിൽ 6,25,000 നിങ്ങളുടെ പ്രായം. കാരണം ഈ 6 ലക്ഷം വർഷം കൊണ്ട് മനുഷ്യൻ ആർജിച്ചിട്ടുള്ള അറിവും അപ്ഡേഷനും നിങ്ങൾക്ക് സ്വാഭാവികമായി കിട്ടിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം ഐസക് ന്യൂട്ടൺ വലിയ സയന്റിസ്റ്റ് ആയിരുന്നു, ആർക്കിമിഡീസ് വലിയ സയന്റിസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ഒരു BSc ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പാസ്സായ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ അത്രയും അറിവ് ഐസക് ന്യൂട്ടനും ആർക്കിമിഡീസിനും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയത് മതി. എന്നാൽ ആ ഒരു തുടർച്ചയില്ല, ആ പ്രതിഭയെ കുറിച്ചല്ല പറയുന്നത്, ആ ഒരു നോളജിനെ കുറിച്ചാണ്. ആ ഒരു അപ്ഡേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് 6,25,000 വയസ്സെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾക്ക് നിങ്ങളെക്കാൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. അവർ ഐഫോണിന്റെ ഏറ്റവും പുതിയ വേർഷനാണ്. നിങ്ങൾക്ക് 6,25,000 ആണെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് 6,35,000 ആയിരിക്കും പ്രായം. നിങ്ങളെക്കാൾ കൂടുതൽ മികച്ച ഒരു മനുഷ്യനായിരിക്കും അവർ. എന്നേക്കാൾ മികച്ചവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെക്കാൾ മികച്ചവരായിരിക്കും നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ. ഈ ഒരു ധാരണയോട് കൂടി വിദ്യാർത്ഥികളെ സമീപിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ അല്ല, തീർച്ചയായും നിങ്ങൾക്ക് മംഗളാറായ ടീച്ചറാവാൻ പറ്റും. സത്യൻ സാർ എന്നുള്ള ഓപ്ഷനും നിങ്ങളുടെ മുന്നിലുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. സംസ്കാരത്തിന്റെ ഒരു പടവിലാണ് അധ്യാപകൻ, ഗുരു, മെന്റർ, ടീച്ചർ ഒക്കെ ഉണ്ടായത്. ഈ സംസ്കാരത്തിനെ കൊളുത്തി അടുത്ത തലമുറയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ, മെന്ററുടെ, ടീച്ചറുടെ ഒക്കെ ധർമ്മം. നിങ്ങൾക്ക് അതിനൊക്കെ കഴിയട്ടെ. നിങ്ങൾക്ക് ജീവിതം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തരും. അത്ഭുതങ്ങളുമായി, കൗതുകങ്ങളുമായി ജീവിതം നിങ്ങളുടെ മുന്നിൽ ഇനിയും വന്നു നിൽക്കും. വലിയ ദീർഘമായ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിനെല്ലാം അതേ കൗതുകത്തോടെ, അത്ഭുതത്തോടെ, ആനന്ദത്തോടെ നേരിടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ നിങ്ങളുടെ 51 ദിവസമാണ് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ പ്രഗത്ഭരായ സാറ ടീച്ചർ ഉൾപ്പെടെയുള്ള, സാറ ജോസഫ് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വരുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വലിയ അവസരങ്ങളായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും എന്നെ ക്ഷണിച്ചതിൽ ഒരു കൂടി നന്ദി പറയുന്നു. ഈ വലിയ സംഘാടനത്തിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രാദേശിക ഭാഷാസത്വവും സ്വാധീനവും സാഹിത്യത്തിൽ എന്ന വിഷയത്തിൽ നല്ലൊരു സെഷൻ സാർ നയിക്കുകയുണ്ടായി. അടുത്തതായി സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കിടുവാനുമുള്ള സമയമാണ്.
അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. സാർ, എൻ്റെ പേര് ബിജിൽ എന്നാണ്. ആ. മലയാള ഭാഷയിലെ വിവിധ പ്രാദേശിക ഭാഷകളിലെ പ്രതിനിധാനങ്ങളെ പറ്റിയൊക്കെ സാറ് നന്നായിട്ട് തന്നെ സംസാരിച്ചു. അപ്പം എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആണെങ്കിലും ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മുടെ ഈ മലയാള സാഹിത്യത്തിൽ ഇന്ന് ഇടം എന്നൊരു സംജ്ഞയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ടല്ലോ. അതായത് ഒരു പ്രദേശത്തെ ഒരു അധികാര വർഗത്തിനെതിരായിട്ട് നിലനിന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചേർന്നുകൊണ്ട് അതിനെതിരെ നിലനിൽക്കുന്ന ഒരു 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 സംജ്ഞ നമ്മൾ ഈ നോവലുകളെല്ലാം ഇന്ന് കാണുന്നുണ്ട്. ഈ നമ്മുടെ കരിക്കോട്ടക്കരി എന്ന നോവലാകട്ടെ, ഫ്രാൻസിസ് സിറ്റിക്കോര മീശ എന്ന് പറയുന്ന നോവലാകട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു പ്രത്യേക പ്രദേശത്തെ കുറച്ച് ആളുകൾ അവിടെ ചേർന്ന് നിന്നുകൊണ്ട് അധികാരത്തിനെതിരെ അല്ലെങ്കിൽ മേലാളിത വർഗത്തിനെതിരെയുള്ള ഒരു സമരപ്രഖ്യാപനം നടത്തുന്നുണ്ട്. അപ്പം നോവലുകളിലെ ഈ പ്രതിരോധത്തിന്റെ ആയിട്ടുള്ള ആ ഇടത്തെ അതിനെ സൃഷ്ടിക്കാൻ പ്രാദേശികമായിട്ടുള്ള ഈ ഭാഷകൾക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് വിജയ് ചെയ്തത്. കാരണം നമ്മളൊരു ഭാഷ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എപ്പോഴും മാനക ഭാഷ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യധാര സാഹിത്യം എന്ന് പറയുന്നത് അധികാരമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ഈ മുഖ്യധാര എന്ന് പറഞ്ഞാൽ തന്നെ അധികാരം എന്നാണ് അർത്ഥം. നമ്മുടെ സി വി രാമൻപിള്ളയുടെ 3 വളരെ വിഖ്യാതമായ കൃതികൾ നിൽക്കുന്നത് രാജാവിന്റെ കഥകളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തകഴിയുടെ ഒക്കെ കാലം എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ മനുഷ്യന്റെ കഥകൾ കേട്ടു തുടങ്ങുന്നത്. അതിനുമുമ്പ് വീര ഇതിഹാസങ്ങളും അത്തരം കഥകളും പ്രണയ കഥകളൊക്കെ നമുക്കുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ കയറിൽ തോട്ടിയുടെ മകനിൽ ഒക്കെ സാധാരണ മനുഷ്യർക്ക് കഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ബഷീറിന്റെ കൃതികളും ഒക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഭാഷകൾ, ഇത്രയും ഡയലക്ട്സ് സാഹിത്യത്തിൽ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങുന്നത് തന്നെ അവരൊക്കെ വന്ന് എഴുതി തുടങ്ങുമ്പോഴാണ്. ആ ഭാഷ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ സമരമാണ്. കരിക്കോട്ടക്കരിയിലാകട്ടെ ഫ്രാൻസിസ് സിറ്റിക്കോരൊക്കെ അത്തരം ഭാഷയൊന്നും ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല. മീശയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അത്തരം, പക്ഷെ മീശയിൽ ഭാഷ എന്നതിലുപരി അതിന്റെ ഒരു പൊളിറ്റിക്കൽ സമരത്തിന്റെ കൂടെ ഒരു കഥയാണ് അതിനകത്ത്. നമ്മുടെ സാഹിത്യം ഈ ഭാഷയെ ഇത്തരം ഒരു സമരവേദിയായിട്ട് തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ധാരാളം കൃതികൾ എടുത്ത് പറയാൻ പറ്റും, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാവടി എന്ന് പറയുന്ന നോവൽ, ടി എ ഉത്തമന്റെ നോവൽ, അതില് പറയ സമൂഹത്തിന്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അത് അതുവരെ മലയാള സാഹിത്യത്തിൽ വന്നിട്ടേ ഇല്ല. നമ്മൾ അതുവരെ കേട്ട് പരിചയിച്ചിട്ടുള്ളത് എം.പി എഴുതുന്ന വള്ളുവനാടൻ ഭാഷ, അതിലെഴുതിയാലേ കേരളത്തിൽ മൊത്തത്തിലൊരു അംഗീകാരം കിട്ടൂ എന്നാണ് അതുവരെയൊക്കെയുള്ള ധാരണ. ഇതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന എഴുത്തുകളാണ്. പുതിയ കാലത്ത് അങ്ങനെ ധാരണ ആർക്കും ഇല്ല. എല്ലാ ഭാഷയ്ക്കും എല്ലായിടത്തും ഇടമുണ്ട്. നമ്മുടെ കവിതയിൽ അശോകൻ മറയൂർ അല്ലെങ്കിൽ ഡി അനിൽകുമാർ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കവിതയിൽ ആ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. ധാരാളം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ധാരാളം മനുഷ്യർ അവരുടെ ശബ്ദം കവിതയായി കഥയായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭാഷ അതിന്റെ ആന്തരികമായ ഒരു പുതുക്കൽ പ്രക്രിയയാണ് അങ്ങനെ നടത്തുന്നത്. ഭാഷയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തും അധികാരത്തിലെ വരും. ഭാഷയ്ക്കകത്ത് ഇത്തരം ഇടം അല്ലെങ്കിൽ ഇത്തരം ചെറുഭാഷകൾ, മങ്ങിയ എന്ന് നമുക്ക് ഇതുവരെ ദൃശ്യമുണ്ടായിരുന്ന ഭാഷകൾ, വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ അധികാരത്തിനെതിരെയുള്ള വലിയ സമരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ബൂക്കർ പ്രൈസ് കിട്ടിയ പട്ടണത്തിന്റെ പേര് മാറി നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഗോത്രഭാഷ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് അദ്ദേഹം ആഫ്രിക്കയിലെ വളരെ ചെറിയ ഒരു ഗോത്രഭാഷയിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നോബലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ്. പ്രിപ്പയർഡ് അല്ലാത്ത പെട്ടെന്ന് നമ്പറിൽ വരുന്നില്ല പേര്. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതാൻ ഒരുപാട് ആളുണ്ട്, എന്റെ ഭാഷ 1000 താഴെ മാത്രം ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിലേക്ക് ഞാൻ മടങ്ങാൻ കാരണം ഇതിലെഴുതാൻ എനിക്ക് മാത്രമേ അറിയാവൂ, അതുകൊണ്ടാണ്.
ഞാൻ എഴുതിയില്ലെങ്കിൽ ഈ ഭാഷ മരിച്ചു എന്നാണ്. അങ്ങനെ ആ ഭാഷയ്ക്ക്, നമ്മുടെ പ്രാദേശിക ഭാഷയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. അത് ഉപയോഗിക്കുന്നത് തന്നെ അധികാരത്തിനെതിരെയുള്ള വലിയ സമരമാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അധികാരികൾ ഉപയോഗിക്കുന്ന ഭാഷ ഉറപ്പായിട്ടും ഇതല്ല. നമ്മുടെ കോടതി വ്യവഹാരങ്ങളിലെ ഭാഷ, നമ്മുടെ അക്കാഡമിക് ഭാഷ ഒരിക്കലും ഈ ഭാഷയല്ല. അത് കോടതിയിൽ ഇംഗ്ലീഷാണ്, അക്കാഡമിക് ഭാഷയിൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന അധികാരത്തിന്റെ സൂചകമായ ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവരെ പൊതുവിൽ പെട്ടെന്ന് നമുക്ക് പേടിയാവും, സാധാരണക്കാർക്ക് പെട്ടെന്ന് പേടിയാവും. അവനെന്തോ വലിയ അധികാരിയാണെന്നുള്ളൊരു ധാരണ കൊളോണിയൽ കാലം നമ്മൾ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖ്യധാരയിൽ ഇല്ലാത്തൊരു വാക്കെടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സമര പ്രക്രിയ തന്നെയാണ്. ഹലോ സാർ, ഇൻബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. ജോബാണ് ചോദിച്ചേക്കുന്നത്. പ്രാദേശിക ഭാഷാഭേദം കേരളത്തിൻ്റെ തനതായ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഭാഷയെ ഏകീകരിക്കണമെന്നും അച്ചടി ഭാഷ മാത്രമാണ് ശരിയായത് എന്നുള്ള കാഴ്ചപ്പാട് പൊതുവെ കാണാറുണ്ട്. പ്രാദേശിക ഭേദങ്ങളെ തിരുത്തി പറയാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് കാണാം. പ്രാദേശിക ഭാഷാഭേദം മലയാള ഭാഷയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ? അതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതില് ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു ധാരണ ഇപ്പൊ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ അല്ലെങ്കിൽ മാതൃഭൂമിയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ പല ആദിവാസി സമൂഹങ്ങളുടെ ഭാഷയിൽ, പണിയർ ഭാഷ, കുറിച്യരുടെ ഭാഷ, ഇങ്ങനെ പലരുടെ ഭാഷയിലുള്ള വാക്കുകളും പാട്ടുകളും കവിതകളും ഒക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം പുതുക്കിയ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എൻ്റെ ഒരു കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡാലിയമ്മയുടെ പുഴ എന്നാണ് അതിന്റെ പേര്. അത് ഉൾപ്പെടുത്താൻ കാരണം അത് തെക്കൻ ഭാഷ അതിനകത്ത് കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് 2ാം ഭാഗത്തിൽ, ഇനി ഇറങ്ങാൻ പോകുന്ന അടിസ്ഥാന പാഠാവലി 2ാം ഭാഗത്തിലാണ് കഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞത് ഈ ഭാഷ, ഇങ്ങനെ ഒരു ഭാഷയുണ്ട്, ഇതെല്ലാവരും അറിയണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ നമുക്കിപ്പം ഒരു കെമിസ്ട്രി പഠിക്കാൻ, സോഷ്യൽ സയൻസ് പഠിക്കാൻ നമുക്ക് മാനക ഭാഷ ആവശ്യമുണ്ട്. അവിടെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതേസമയം നമുക്കൊരു സാഹിത്യം പഠിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ ഭാഷയുടെ ഭാഗമാണെന്നും അതങ്ങനെ ഉപയോഗിക്കേണ്ടതുണ്ടെന്നുള്ള ബോധ്യം ആണ് ഇപ്പൊ നിലവിൽ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇത്തരം ഡയലക്ട്സുകൾക്കും റെപ്രസെന്റേഷൻ പലതരത്തിൽ കിട്ടുന്നുമുണ്ട്. എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡയലക്റ്റിനേക്കാൾ മഹത്തരമാണ് മറ്റൊന്ന് എന്നുള്ള ഒരു ധാരണ പൊതുവിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു കാരണം, അങ്ങനെ ഒരു ധാരണയിലേക്ക് വരാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ സജീവമായിരുന്നു. ഇപ്പൊ കാസർഗോഡുള്ള ഭാഷ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇപ്പൊ മനസ്സിലാവും. അതിന് കാരണം സോഷ്യൽ മീഡിയ സജീവമായുള്ളതാണ്. ബ്ലോഗേഴ്സ്, യൂട്യൂബേഴ്സ്, അവരൊക്കെ കാസർഗോഡിൽ നിന്ന് ഒരുപാട് പേര് സംസാരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളറിയാം. അതുപോലെ തിരുവനന്തപുരം ഭാഷയിൽ കാസർഗോഡുകാർക്ക് മനസ്സിലാവും. മുമ്പ് അത് സാധ്യമായിരുന്നില്ല. ഇന്ന് ഭാഷ കൂടുതൽ കുറെ കൂടെ നമുക്ക് മീഡിയം കൊണ്ട് നമ്മൾ കുറെ കൂടെ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആരും ഇപ്പം അങ്ങനെ കളിയാക്കാനൊന്നും ആരും അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നില്ല. മുമ്പ് ഇപ്പൊ സുരാജ് വെഞ്ഞാറ് പോലും തിരുവനന്തപുരം ഭാഷയെ ഒരുതരം വൾഗാരിറ്റിയിലൂടെ അവതരിപ്പിച്ച് തമാശ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല. തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഢമായ ഡെപ്തുള്ള, കൾച്ചറൽ ഡെപ്തുള്ള ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കളിയാക്കലൊന്നും അങ്ങനെ ആരും നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു ആ കാലം പോയി എന്ന് അറിയാൻ മനസ്സിലായി. താങ്ക് യു സാർ. സാർ, ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. ദേവേശ് ചോദിച്ചതാണ്. പ്രാദേശികത എന്ന് ഇന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പ്രതിസന്ധിയാണ് ദേശീയ ഭാഷയായ ഹിന്ദിയും മറ്റ് പ്രാദേശിക ഭാഷകൾ തമ്മിലുള്ള നിരന്തരമായ തർക്കം. സാർ ഇതെങ്ങനെ നോക്കിക്കാണുന്നു? അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുതരം അടിച്ചേൽപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദി ഇല്ലേ, സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദി എന്ന് പറയുന്ന ഹിന്ദി ആശ്ചര്യമില്ല. എനിക്ക് ഹിന്ദി അറിയാന്നുള്ള ആളാണ് ഞാൻ.
അത്യാവശ്യം ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അപ്പൊ അത് ഹിന്ദിയിലെ മാനക ഭാഷ. നമ്മളിപ്പം സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൽ മലയാളം എഴുതിയിരിക്കുന്ന പോലെ ആണ് നമുക്ക് ഹിന്ദി പുസ്തകത്തിൽ കാണുന്ന ഹിന്ദി. അതിനെയാണ് നമ്മൾ ഹിന്ദി എന്ന് പറയുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു ഹിന്ദി ഇല്ല. നമ്മൾ മലയാളത്തിൽ ഒരു മാനക ഭാഷ ഉള്ളതുപോലെ ഉണ്ടാക്കിയെടുത്തൊരു ഭാഷയാണ് ആ ഹിന്ദി എന്ന് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷ പാഠപുസ്തകത്തിലില്ല, തൃശ്ശൂർ സംസാരിക്കുന്നതില്ല, കോഴിക്കോട് സംസാരിക്കുന്നതില്ല. ഇത് പിന്നെ ഏത് ഭാഷയാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് അല്ലെങ്കിൽ പത്രത്തിലുള്ളത്? ഇത് നമ്മൾ ആ അച്ചടിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൃത്രിമ ഭാഷയാണ്. ഇതാരും വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയല്ല. ഹിന്ദിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷ എന്ന് പറയും. പക്ഷെ ആക്ച്വലി ഈ പറയുന്ന ഹിന്ദി അങ്ങനെ രൂപപ്പെടുത്തിയ ഒന്നാണ്. ഹിന്ദിക്കകത്ത് തന്നെ ഒരുപാട് പഹാഡി, ഭോജ്പൂരി, ഇങ്ങനെ ഹിന്ദിയുടെ ആവാന്തര വിഭാഗങ്ങൾ ഒരുപാട് ഭാഷകൾ പല പ്രദേശങ്ങളിലും ഉണ്ട്. ചിലതൊന്നും കേട്ടാൽ ഒരു പിടി പോലും കിട്ടാത്ത ഭാഷയുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പം ഈ ഒരു ഭാഷയെ മറ്റു ഭാഷകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക എന്ന തരത്തിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതിന് വലിയ പ്രതിരോധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അടിച്ചേൽപ്പിക്കലുകളൊന്നും ആവശ്യമില്ല. ഇപ്പം ഹിന്ദി ഹിന്ദി പഠിക്കണം എന്നുള്ളവർക്ക് ഒരു തടസ്സമല്ല പഠിക്കാൻ. പക്ഷെ ഹിന്ദി പഠിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാവൂ, അല്ലെങ്കിൽ ഹിന്ദി പഠിച്ചാൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടൂ എന്ന് പറയുന്ന തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലൊന്നും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഈ പറയുന്ന ഹിന്ദി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ല. നമ്മുടെ മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. ഒരു ഭാഷ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിരിക്കണമെങ്കിൽ ഒരുപാട് വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജുകളിൽ തമിഴ് ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും പ്രാചീനമായ പഴയ ഭാഷകളിലൊന്നും, ലാറ്റിൻ പോലെ. അതുപോലെ മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്, ചെറിയ ഭാഷയായിട്ടുമുണ്ട്. തെലുങ്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കന്നഡ അല്ലാതെ. അങ്ങനെ നമ്മളതൊരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. ഹിന്ദി അതല്ല. നമുക്ക് വലിയ പദവിയുണ്ട്. മാത്രമല്ല നമുക്ക് അത്രയും പാരമ്പര്യമുണ്ട്, ഡെപ്ത് ഉണ്ട്. നമ്മുടെ സാഹിത്യം വളരെ ആഴത്തിലുള്ളതും വളരെ പഴക്കമുള്ളതുമാണ്. നമുക്ക് ഹിന്ദിയുടെ മേൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഷയ്ക്കാണ് കൂടുതൽ അഭിമാനകരമായ, അത്ര ഭാഷാപരമായ അഭിമാനം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ബ്ലണ്ടറാണ്. എന്നാൽ പോലും ഒരു അടിച്ചേൽപ്പിക്കൽ വരുമ്പോൾ നമുക്കങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ഒരു കമ്പാരിസൺ വരികയാണെങ്കിൽ അവരാളെണ്ണം കൊണ്ടാണ് അവർക്ക് ഉള്ളതെങ്കിൽ നമുക്ക് പാരമ്പര്യം കൊണ്ടും നമ്മുടെ ഭാഷയുടെ സൗന്ദര്യവും അതിന്റെ ഒരു ഭാഷയുടെ നിർണ്ണയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആശയങ്ങളും ആ ഭാഷ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ഭാഷയുടെ വിജയം. എല്ലാ ഭാഷകൾക്കും എല്ലാ ആശയങ്ങളെയും വെളിപ്പെടുത്താനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിന്, സൗത്ത് ഇന്ത്യൻ, ഇപ്പൊ തമിഴിനും ഒക്കെ ലോകത്തുള്ള ഏത് ആശയങ്ങളെ കിട്ടിയാലും വെളിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് വെച്ച് ആശയം രൂപപ്പെടുത്താനുള്ള ശേഷിയുള്ള ഭാഷകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷ ഒന്നിന്റെയും മുകളിലല്ല. ഒരു ഭാഷയും ഒന്നിന്റെയും മുകളിലുമല്ല, ഒന്നിന്റെയും താഴെയല്ല. നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയാണ്. ഒരു സംസ്കാരത്തിന്റെ അകത്ത് നിന്നും ആഹാരശീലം ഉണ്ടായി വരുന്നത് പോലെയാണ് ഭാഷാശീലം ഉണ്ടായിരുന്നത്, വസ്ത്രശീലവും അങ്ങനെയൊക്കെ ഉണ്ടായി വരുന്നത്. ഇങ്ങനെ നമ്മൾ പലതരം കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഭാഷകൾ വളർന്നിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, നമ്മുടെ ട്രേഡ് റൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട ലോകത്ത് ഒരുപാട് സമൂഹങ്ങളുണ്ട്. അവരുടെ എല്ലാം വാക്കുകൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അറബികളുടെ, ഗ്രീക്കുകാരുടെ, ചീനക്കാരുടെ, ശ്രീലങ്കരുടെ തുടങ്ങി എല്ലാവരുടെയും, ഇംഗ്ലീഷുകാരുടെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും നമ്മുടെ മാത്രം സ്വന്തവുമല്ല. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ ഭാഷകൾക്കും ഉള്ളത്. ഇങ്ങനെ കൊടുത്തും കൊണ്ടുമൊക്കെ തന്നെയാണ് എല്ലാ ഭാഷകളും വന്നിട്ടുള്ളത്. അത് പക്ഷെ അടിച്ചേൽപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അത് അധികാരത്തിന്റെ വേറൊരു സംഗതിയാണ്. അവിടെ ജനാധിപത്യം ഇല്ലാതായി പോകും. അവിടെ അധികാരം നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലാണ്. അത്തരം സംഗതികളോട് യോജിപ്പില്ല. താങ്ക് യു സാർ. അടുത്തതായി കാർത്തിക ചോദിച്ച ഒരു ചോദ്യമാണ്, പ്രാദേശിക ഭാഷയുടെ വീണ്ടെടുക്കൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് എത്രത്തോളം നടക്കുന്നുണ്ട്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. കാരണം അതൊക്കെ ഒരു പക്ഷെ പ്രാദേശികമായി അത്തരം വാക്കുകളെ ശേഖരിക്കുന്ന മനുഷ്യരെ എനിക്കറിയാം. ഇപ്പൊ എന്റെ നാട്ടിൽ
വെള്ളനാട് രാമേന്ദ്രൻ സാർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പ്രാദേശിക ചരിത്രകാരനാണ്. അദ്ദേഹം ഈ പ്രദേശം തിരുവിതാംകൂറിലെ ധാരാളം വാക്കുകൾ ശേഖരിക്കുകയും പുസ്തകമാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ആളുകളായിട്ട് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റികളോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെയും ഈ അക്കാദമികളുടെയും ഒക്കെ ശ്രമം അതിനുവേണ്ടി ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. താങ്ക് യു സർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സാർ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഹേന ടീച്ചർ ഇട്ടതാണ്. ചില പുതിയ എഴുത്തുകാർ വ്യാകരണ നിയമങ്ങളുടെ നേരെ ഒരുതരം അവജ്ഞത കാണിക്കാറുണ്ടെന്നും എന്തു പറയണമെന്ന് മാത്രമല്ല എങ്ങനെ പറയണമെന്നല്ല ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അവരുടെ വിചാരം എന്നൊക്കെ കേൾക്കുന്നു. അതിൻ്റെ ഫലമായി വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും അവർ ശ്രദ്ധിക്കുന്നില്ല. സാഹിത്യത്തിൻ്റെ ഉപകരണത്തിലുള്ള ഈ അശ്രദ്ധ സാഹിത്യകൃതിയെ ആകെ നിർജീവമാക്കുന്നു എന്ന അഭിപ്രായത്തോടുള്ള അങ്ങയുടെ അഭിപ്രായം? ഇത് ആരാണ്? എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൃതിയെ കുറിച്ചാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇത് വളരെ വളരെ അവ്യക്തമായിട്ടാണ് ഈ ചോദ്യം ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു കൃതിയെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. എന്നാലും പൊതുവെ വ്യാകരണത്തിലെ വലിയ എഴുത്തുകാരൊക്കെ വ്യാകരണത്തിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വ്യാകരണത്തിന് അപ്പുറം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വ്യാകരണം അറിയാത്തവർ എന്ന അർത്ഥത്തിലല്ല. വ്യാകരണത്തിനപ്പുറം ആണ് ഒരു പലപ്പോഴും മികച്ച സാഹിത്യം നിൽക്കുന്നത്. എല്ലാ സംഗതികളും എഴുത്തുകാരെ എഴുതുന്നത് വ്യാകരണ നിയമത്തിന്റെ അല്ലെങ്കിൽ അത്തരം നിയമങ്ങളുടെ, കാരണം വ്യാകരണം പഠിച്ചുവരുന്നതായിരിക്കില്ല എഴുത്തുകാർ. അവർ ഭാഷ ഉപയോഗിക്കുന്നത് വേറൊരു സംഗതിയിലാണ്. ഒരുപക്ഷെ എഴുത്തുകാർ ഉപയോഗിച്ച് പിന്നീട് അതിന് പുതിയ വ്യാകരണമോ അർത്ഥമോ ഉണ്ടാക്കിയെടുക്കാൻ ശേഷിയുള്ളവരും അതിന് പറ്റുന്നവരുമാണ് മികച്ച എഴുത്തുകാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ബാലിശമായി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ധാരണക്കുറവ് മൂലം ഇത്തരം സംഗതികളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. ബഷീറിന്റെ ഉദാഹരണം ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ബഷീർ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടുത്തെ പ്രൂഫ് നോക്കുന്നവൻ, അച്ചടിക്കുന്നവൻ അതിനെ തിരുത്തി എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് തിരുത്തി. അവിടെ ചെന്ന് ബഷീർ അയാളുടെ കവാലം അടിച്ച് കൊളന്നെന്നാണ്. അങ്ങനെ എന്താണ് അതിന്റെ കഥ. അതായത് അവിടെ മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് എവിടെ വ്യാകരണം ഉപയോഗിക്കണം, എന്നാൽ എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കണ്ട എന്നുള്ളത് ഒരു മികച്ച എഴുത്തുകാരനെ സംബന്ധിച്ച് അറിവുണ്ടാവും. ബഷീർ വ്യാകരണം അറിഞ്ഞിടാത്ത ആളല്ല. ബഷീർ വ്യാകരണത്തിന് അപ്പുറം പോയ ഒരു മനുഷ്യനാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പാലിക്കുന്ന ചില സംഗതികളുണ്ട്. അതായത് സംഭാഷണം ഒരിക്കലും മലയാളികൾ സംസാരിക്കുന്നത്, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് എല്ലാ വ്യാകരണ നിയമങ്ങളും പാലിച്ചിട്ടായിരിക്കില്ല. അങ്ങനെ ഒരുത്തൻ എന്റെ ഒരു സുഹൃത്തായിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഒഴിവാക്കും. കാരണം അത് ഭയങ്കര പരമ ബോറായിരിക്കും. ഒരു മനുഷ്യരും അങ്ങനെ വ്യാകരണ നിയമം പാലിച്ച് സംസാരിക്കാറില്ല. എന്നാൽ നമ്മൾ ഒരു ആശയം കൺവേ ചെയ്യാൻ വേണ്ടി ഒരു കഥയോ സംഗതിയോ എഴുതുമ്പോൾ അതിന്റെ ബോഡി എഴുതുമ്പോൾ അതിനകത്ത് വ്യാകരണവും വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ സൂക്ഷ്മതയൊക്കെ പാലിക്കേണ്ടതുണ്ട്. സംഭാഷണത്തിൽ അത് പാലിക്കേണ്ടതില്ല, പാലിക്കണം നിർബന്ധമില്ല. മറ്റതിലത് പാലിക്കണം. ഇങ്ങനെ ഒരു കാര്യം ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ ഫോളോ ചെയ്യാറ്. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിനായി ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ലേഖ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. എവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠനകലാലയം കുന്നം സംഘടിപ്പിക്കുന്ന KFL കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലിറ്ററേച്ചറിന്റെ 19ാം ദിനമായിരുന്നു ഇന്ന്. നമുക്ക് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരുന്നത് പി ഷിനിലാൽ അവറുകളാണ്.
അദ്ദേഹം സംസാരിച്ച വിഷയം പ്രാദേശിക ഭാഷാ സത്യവും സ്വാധീനവും സാഹിത്യത്തിൽ എന്നതായിരുന്നു. വളരെ സന്തോഷം സാർ, സാറിനൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞത്. സാറ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ അധ്യാപനത്തോട് വളരെയധികം താല്പര്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അധ്യാപനത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ആ അധ്യാപനത്തിൽ നിന്ന് തുടങ്ങി അധ്യാപനത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചതും അധ്യാപനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അധ്യാപകരാകുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സംവാദം അവസാനിപ്പിച്ചത്. ഒപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയും ചെയ്തു. അതായത് നമുക്കറിയാം, ആശയം നമ്മൾ എന്താണോ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. പറയാറുള്ള ചൊല്ലാണ്, പൊതുവെ പറയാറുള്ള ഒരു ചൊല്ലാണ് 6 നാട്ടിൽ 100 ഭാഷ എന്ന് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു സാർ, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്ന ചില നാട്ടുപദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, നമുക്കത് പരിചിതമില്ലാത്ത പദങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അപ്പൊ കേട്ട് മറന്നു പോകുന്ന, അല്ലെങ്കിൽ അപ്പോൾ അത് കളഞ്ഞു വിട്ടുപോകുന്ന ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സാറിനെ പോലുള്ളവര് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ പദവും ഇത്രയേറെ ശ്രദ്ധിച്ച് കണ്ടെത്തുകയും ആ പദങ്ങൾ തങ്ങളുടെ കൃതികളിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുകയും ഒപ്പം ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു പദം എത്രത്തോളം നമ്മുടെ സാഹിത്യത്തെ, നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ സംസ്കാരത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഭാഷയുടെ സ്വാധീനം ഇത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ ഓരോ പദങ്ങൾക്കും ഇത്രയേറെ പ്രാധാന്യമുണ്ട്, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ നിലനിൽപ്പുണ്ടാണ്. അതിൻ്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിന് താങ്കൾക്ക് സാധിച്ചു. ഒപ്പം തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് വളരെ വേദിയിലും ബി.എഡ് കോളേജിന്റെ പേരിലും KFLന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള വളരെ സ്നേഹപൂർവ്വമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ഇതില് നമ്മുടെ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ എസ് രശ്മി, പ്രിൻസിപ്പൽ, ടീച്ചർ പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ, പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് നന്ദി സാർ, ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.